റോയ് സാർ, ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ ദിവസമാണെന്ന്. ഹോളിസ്റ്റിക് ഹെൽത്തിൽ ഒരുപക്ഷെ ഏറ്റവും പ്രാധാന്യമുള്ളത് മാനസികവും ശാരീരികവുമായിട്ടുള്ള തരത്തിലുള്ള സമഗ്ര ആരോഗ്യത്തിന്റെ സാഹചര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് മാനസികാരോഗ്യം തന്നെയാണ്. അപ്പൊ ഇന്ന് ഇളങ്കോ സാറ് നമുക്ക് ബ്രെയിനിനെ കുറിച്ചുള്ള ചില അറിവുകളാണ് നൽകുന്നത്. എല്ലാവരെയും നമ്മുടെ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ഇളങ്കോ സാറിനെയും. ഇളങ്കോ സാർ, യു ആർ വെൽക്കം. Thank you, sir. Thanks a lot for inviting me. Thanks a lot for giving me an opportunity to talk in this platform. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് നമ്മൾ എല്ലാ സമയത്തും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയകളും ബേസിക്സ് ആയിട്ടുള്ള ഏരിയകളുമാണ് ഞാൻ കൂടുതൽ കവർ ചെയ്യുന്നത്. ബിക്കോസ് നമ്മുടെ പുത്തമ്പുറയ്ക്കൽ സാർ കുറച്ച് അഡ്വാൻസ് ഏരിയയിൽ കവർ ചെയ്യുമ്പോൾ ഞാൻ റിവേഴ്സ് ഓർഡറിലാണ് കവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ബാക്ക് ടു ബേസിക്സ് ആണ് എൻ്റെ 2024-ലും 2025-ലും ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2024 സക്സസ്ഫുള്ളി ബാക്ക് ടു ബേസിക്സിൽ വളരെ അമിഗ്ഡല, ഹൈപ്പോ തലാമസ്, ഹിപ്പോ ക്യാമ്പസ് എന്ന കുറേ ഏരിയകളൊക്കെ സെപ്പറേറ്റ് പറഞ്ഞു തന്നിരുന്നു. കുറേ ബാക്ക്വേർഡ് ഹൗ ഡു വി തിങ്ക്, എമോഷൻസ് എന്താണ്, അല്ലെങ്കിൽ തോട്ട് പ്രോസസ്സ് എങ്ങനെ വരുന്നതെന്നും ഞാനത് എല്ലാം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയത്, നമ്മൾ അഗെയിൻ ആൻഡ് അഗെയിൻ വി ഹാവ് ടു തിങ്ക് അബൌട്ട് അവർ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സാധനം. അപ്പം ഞാൻ ബ്രെയിനിനെ കുറിച്ച് കുറേ വായിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സാധനം ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യാം. യെസ്, കാണാൻ പറ്റുന്നുണ്ടോ സാർ? കാണാൻ പറ്റുന്നെന്ന് തോന്നുന്നു അല്ലേ? കാണാം. ഓക്കെ. ബ്രെയിൻ അനാറ്റമി ആൻഡ് ഹൗ ദ ബ്രെയിൻ വർക്ക്സ്, ഇതാണ് ഞാൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക്കാണ്. ബട്ട് എൻ്റെ ഡ്യൂട്ടി എന്താന്ന് പറഞ്ഞാൽ എല്ലാ ദിവസങ്ങളും എല്ലാം അറിയാവുന്നത് ഒന്ന് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ റീഇൻഫോഴ്സ് ആകും. പിന്നെ ചില കാര്യങ്ങൾ പിന്നെയും നമ്മൾ റെക്കർ ചെയ്യിപ്പിക്കുവാണെങ്കിൽ അത് നമ്മുടെ തലച്ചോറിനകത്ത് ആഴമായി പതിഞ്ഞു നിൽക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എനിക്കിപ്പോഴും ഞാൻ സെഷൻസ് എടുത്തത് കൊണ്ടോ അല്ല ഒന്നോ രണ്ടോ കാര്യങ്ങൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ, ഈ ഹിപ്പോ ക്യാമ്പസ്, ഹൈപ്പോ തലാമസ്, അമിഗ്ഡല, പ്രീഫ്രണ്ടൽ കോർട്ടക്സ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ എക്സ്ട്രാordinary ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് അതിൻ്റെ ഫങ്ഷണാലിറ്റീസ് കുറച്ച് സ്മൂത്തറായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടെ ഇതിനകത്ത് ആലോചിച്ചപ്പോൾ ബ്രെയിനിനെ ജസ്റ്റ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാധനമാണല്ലോ, എന്ത് സാധനമാണ്. അപ്പം ഞാൻ ആ സെയിം വായിച്ച സാധനത്തിന് തിരിച്ച് താങ്കൾ ഓരോരുത്തർക്കും മുമ്പ് ഇട്ട് തരാം. ബ്രെയിൻ ഈസ് എ കോംപ്ലക്സ് ഓർഗാൻ. വളരെ സിമ്പിളറായ കാര്യമല്ല, പക്ഷെ ഒരു കോംപ്ലക്സ് ഓർഗാൻ ആണ്. ദാറ്റ് കൺട്രോൾസ് തോട്ട്, മെമ്മറി, എമോഷൻ, ടച്ച്, motor skills, vision, breathing, temperature, hunger, and every process that regulates our body. നമ്മുടെ ബോഡിയിൽ കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനുള്ള ഏതൊരു സാധനവും നിയന്ത്രിക്കുന്ന ഒരു ഏരിയ ആണ് ബ്രെയിൻ. ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആണ്, അത് ഒരു സിമ്പിൾ ഓർഗാൻ അല്ല. ബാക്കി കയ്യോ കാലോ നെഞ്ചോ ഈവൻ ഹാർട്ട്, ലിവർ എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഹാസ് എ സിമ്പിൾ ഫങ്ഷൻ. ബട്ട് ബ്രെയിനിന് മാത്രം എ കോംപ്ലക്സ് ഫങ്ഷൻസ് ചെയ്യുന്നത് കൊണ്ട് ആ ഓർഗാണിനെ കോംപ്ലക്സ് ഓർഗാൻ എന്ന് പറയുന്നു. ഈ സൈക്കോളജിസ്റ്റ് എല്ലാം ജീവിക്കുന്നത് ഒറ്റ റീസൺ കൊണ്ടാണ്. ഈ ബ്രെയിൻ ഈസ് നോട്ട് എ സിമ്പിൾ ഓബ്ജക്റ്റ് ആർ സിമ്പിൾ ഓർഗാൻ, ഇറ്റ് ഈസ് എ കോംപ്ലക്സ് ഓർഗാൻ. കോംപ്ലക്സിൻ്റെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ, ഒരു സമയത്ത് നമ്മൾ ഒരു സ്കെയിലിലെടുത്ത് ഒരു പ്രീ ഡിഫൈൻഡ് മാനറിൽ വർക്കൗട്ട് ചെയ്ത് അത് റീചെക്ക് ചെയ്യുവാണെങ്കിൽ, നമ്മളുടെ ട്രയൽസ്, ക്ലിനിക്കൽ ട്രയൽ നടത്തുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, രക്തസമ്മർദ്ദം കൂടിയ ആൾക്കാരുടെ കുറേ പേരെ എടുത്തിട്ട് അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുവാണെങ്കിൽ എല്ലാവർക്കും യൂണിഫോം ആയിട്ട് ഒരു പ്രോബ്ലം വരുമ്പോൾ ദേ ഡിഫൈൻ ദാറ്റ് when high blood pressure this will occur, when on low blood pressure this will occur എന്നൊക്കെ ഡിക്ലെയർ. പക്ഷേ ബ്രെയിനിന് ഉള്ള ഒരു ആക്ഷൻസ് ഒന്നും
അതേപോലെ ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല, കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാൻ ഇപ്പോൾ വരെ എല്ലാ ഏരിയയും പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് അവർ കോംപ്ലക്സ് എന്ന് അവർ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, കോംപ്ലക്സ് ആർഗാണെന്ന്. ഓക്കെ, ടുഗദർ ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ദാറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം ഇറ്റ് മേക്ക് എ സെൻട്രൽ നെർവസ് സിസ്റ്റം, CNS. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റമാണ് നമുക്ക് കാലിൽ ഒരു തീ കൊണ്ടാലോ അല്ലെങ്കിൽ എൻ്റെ കയ്യിലോ അല്ലെങ്കിൽ സ്കിന്നിൽ എവിടെങ്കിലും ഒരാൾ ഒരു കോമ്പസ് കൊണ്ട് പ്രിക്കിളി ചെയ്താലോ എൻ്റെ ബ്രെയിൻ തലച്ചോറിലാണ് പ്രോബ്ലം വരുന്നത്. അല്ലെങ്കിൽ ഒരാൾ വേറെ എന്തെങ്കിലും എന്നെ ശല്യപ്പെടുത്താൻ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഷാർപ്പനൽസ് കൊണ്ട് എവിടെയെങ്കിലും ടച്ച് ചെയ്താൽ ദാറ്റ് സെൻസ് ഗോസ് ടു ബ്രെയിൻ ആൻഡ് ബ്രെയിൻ ഡിക്ലെയർസ് ദാറ്റ് ദിസ് പെയിൻ ഈസ് ഓഫ് ദിസ് ടൈപ്പ്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ ഇത് നമ്മൾ കാണാതെ ഒരു 3 നഖം കൊണ്ട് വന്ന് കടിച്ചാൽ അല്ല പ്രസ് ചെയ്താൽ ഇതായിരിക്കും എന്നൊക്കെ ഡിക്ലെയർ ചെയ്യുന്നത് ബ്രെയിനാണ്. അപ്പൊ ബ്രെയിൻ എന്തുകൊണ്ട് ചെയ്തിരിക്കുന്നത് ആരെങ്കിലും ഒന്ന് പറയാമോ സാർ? എല്ലാവരും വായിച്ചാൽ എല്ലാവർക്കും നോളജ് ഉണ്ട്. ഞാൻ ഒരു റിട്ടൻറ്റിവിറ്റി ബ്രെയിനിനെ അല്ലെങ്കിൽ താങ്കളുടെ ഓരോരുത്തരുടെയും ബ്രെയിൻ ഫങ്ഷൻസിനെ കുറിച്ച് താങ്കൾ ഓർക്കുന്നത് ഒന്ന് റിവൈസ് ചെയ്യാൻ വന്നെന്ന് ഞാൻ പറഞ്ഞു. ബ്രെയിൻ മേഡപ്പ് ഓഫ് വാട്ട്? ആർക്കെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. മുമ്പിലുണ്ട്. ബ്രെയിൻ ഈസ് അറൗണ്ട് 3 പൗണ്ടേ ഉള്ളു. ഓക്കെ, ബ്രെയിനിന് 60% മാത്രമേ ഉള്ളൂ ഫാറ്റ്. ബ്രെയിൻ ഈസ് അബൌട്ട് 60% ഓഫ് ഫാറ്റ്. The remaining 40% is compound or combination of protein, carbohydrates, salt and water. അപ്പം 60% ഫാറ്റും 40% പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, വാട്ടർ ആൻഡ് സാൾട്ട് ആണ്. ഈ ബ്രെയിൻ ഒരു മസിലാണോ, മീൻസ് ഫാറ്റ് കൂടിയതുകൊണ്ട് മസിലാണോ എന്ന് ചോദിച്ചാൽ അല്ല. ബാക്കി എല്ലാ മസിൽസിലും ഫാറ്റ് ഉണ്ട് 80%-ന് കൂടുതൽ, അല്ലെങ്കിൽ 90 ഉണ്ട്. ഇതിൽ 60 ഉള്ളു. രണ്ടാമത്, ഇത് ഒരു മസിൽ ഫോം ആണോ? അല്ല എന്നാണ് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ബ്ലഡ് വെസൽസ്, നെർവ്സ് ഇൻക്ലൂഡിങ് ന്യൂറോൺസ് ആൻഡ് ഗ്ലിയൽ സെൽസ്. അപ്പം ഇതിനെ ഈ ന്യൂറോൺ, നമ്മൾ ഈ ന്യൂറോണിലാണ് കൂടുതൽ സൈക്കോളജിസ്റ്റും ബ്രെയിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാരും പഠിക്കുന്നത്. വൈ ന്യൂറോൺസ്? ന്യൂറോൺസ് ആർ ആക്ച്വലി ട്രാൻസ്മിറ്റേഴ്സ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് നമ്മൾ ആ ഭാഷയിലാണ് രണ്ടാമത് ഫർദർ പറയുന്നത്. ഈ ന്യൂറോൺസ് വലിയ കളി കളിക്കുന്നുണ്ട്. പിന്നെ ഈ ബ്രെയിൻ ഒരു ഓർഗാനായിട്ട് വെച്ച് അതിൽ തന്നെ ആർട്ടറിയും വെയിൻസും അകത്തുകൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പം അതിൻ്റെ സൈഡിൽ നെർവ്സും ഉണ്ട്. ഇതാണ് ബ്രെയിൻ. ബ്രെയിൻ എന്ന് പറയുന്നതിന് ഒരു ജസ്റ്റ് ഐഡിയ. ദെൻ ഈ ഞാൻ ഒരു 90% സമയത്തും മെഡിറ്റേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മെഡിറ്റേഷൻ റെഡ്യൂസസ് ഗ്രേ മാറ്റർ തിക്നെസ് ഓഫ് പ്രീഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ വാട്ട് ഈസ് ഗ്രേ മാറ്റർ എന്ന അടുത്ത ചോദ്യത്തിന്, ഗ്രേ മാറ്റർ ആൻഡ് വൈറ്റ് മാറ്റർ ആർ 2 different regions of the central nervous system. മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഈ എല്ലാവർക്കും കാണാമെന്ന് തോന്നുന്നു. CNS ആർ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ബ്രെയിനും സ്പൈനൽ കോഡും കൂടെ ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു നെർവസ് സിസ്റ്റമാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. അപ്പം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് ഉള്ള 2 മെയിൻ മാറ്റേഴ്സ് ആണ് ഗ്രേ മാറ്റർ ആൻഡ് വൈറ്റ് മാറ്റർ. ഇതിനെ ഗ്രേ മാറ്റർ എന്താന്ന് പറഞ്ഞാൽ എ ഡാർക്കർ ഔട്ടർ പോർഷൻ ഓഫ് ദ ബ്രെയിൻ, അല്ലെങ്കിൽ ഇതിന് ജസ്റ്റ് റിവേഴ്സ് ആയിട്ട് പറഞ്ഞാൽ എ ഡാർക്കർ ആൻഡ് ഇന്നർ പോർഷൻ എന്ന് പറഞ്ഞാൽ സ്പൈനൽ കോഡ്. വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ ലൈറ്റർ ഇന്നർ സെക്ഷൻ അണ്ടർനീത്ത് ദ ഗ്രേ മാറ്റർ ആണ് ഇൻ ദ ബ്രെയിൻ. ബ്രെയിനിൽ ഇന്നർ പാർട്ട് ഈസ് എ വൈറ്റ് മാറ്റർ and it is underneath the gray matter. പക്ഷേ സ്പൈനൽ കോഡിൽ വരുമ്പോൾ ജസ്റ്റ് റിവേഴ്സ് ആയിട്ട് ഇറ്റ് ഈസ് ഓൺ ദ ഔട്ടർ സൈഡ് ആൻഡ് ഇറ്റ് ഈസ് ഓവർ ദ ഗ്രേ മാറ്റർ. ഇത്രയേ ഉള്ളൂ രണ്ടിനുമുള്ള വ്യത്യാസം. വൈറ്റ് മാറ്റർ ഈസ് ഓക്കെ, ഇത് ഇൻ ദ സ്പൈനൽ കോഡ് ദിസ് ഓർഡർ ഈസ് റിവേഴ്സ്. ദ വൈറ്റ് മാറ്റർ ഈസ് ഓൺ ദ ഔട്ട് സൈഡ് ആൻഡ് ദ ഗ്രേ മാറ്റർ സിറ്റ്സ് വിത്തിൻ. ഇതാണ്.
ഞാൻ പിക്ചർ കാണിച്ചു തരികയാണ്. കുറച്ചുകൂടെ ക്ലിയർ ആണോ? കുറച്ച് ലൈറ്ററായിട്ട് തോന്നുന്നു എനിക്ക്. ഞാൻ വേറൊരു സ്ക്രീനിൽ കണ്ടപ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ട് തോന്നി. ബ്രെയിനിനെ നടുക്ക് പൊട്ടിച്ച് നോക്കുവാണെങ്കിൽ ബ്രെയിനിന് ഔട്ടർ പോർഷൻ എല്ലാം കുറച്ച് റെഡിഷ് മിക്സ്ഡ് പോർഷൻസ് എല്ലാം ഗ്രേ മാറ്റർ ആണ്. അതിന് നടുക്ക് വെള്ളയായിട്ടിരിക്കുന്ന എല്ലാം, വെള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ഞു കൊണ്ട് അടയ്ക്കുന്നത് പോലെയുള്ള ഏരിയ എല്ലാം വൈറ്റ് മാറ്റർ. പക്ഷേ സ്പൈനൽ കോഡിൽ നോക്കുവാണെങ്കിൽ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് ഈ ബ്രെയിനിലെ താഴെ, ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ ഇരുന്ന് താഴോട്ട് കയറി താഴെ കോക്കിക്സ് വരെ വരുന്ന ഒരു ഏരിയയിൽ നമ്മുടെ വെർട്ടിബ്രയ്ക്ക് നടുക്ക് കൂടെ ഓടുന്ന ഒരു ട്യൂബാണ് സ്പൈനൽ കോഡ്. അത് ആണ് നെർവസ് സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ മെയിൻ പാർട്ട്. ഈ നെർവാണ് പല ഏരിയകളിൽ നമ്മുടെ കൈ അനങ്ങാനും കാലനങ്ങാനും ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അതിൽ നോക്കുമ്പോൾ, സ്പൈനൽ കോഡിൽ നോക്കുമ്പോൾ വൈറ്റ് മാട്രീസ് ആണ് ഔട്ട്സൈഡ്, ഗ്രേ മാട്രീസ് ആർ ഇൻസൈഡ്. ഇതാണ് മെയിനായിട്ട് കാണിച്ചു തരുന്നത്. ദെൻ ഇതെല്ലാം ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ന്യൂറോൺ ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ ന്യൂറോൺ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യൂറോൺ ഇങ്ങനത്തെ ഒരു പിക്ചറിലാണ് കാണുന്നത്. ഓക്കെ, നടുക്ക് കുറച്ച് ന്യൂക്ലിയസിന് ചുറ്റിലും കുറേ ബ്രാഞ്ചസ്, ദാറ്റ് ദേ ആർ സോ കോൾഡ് ആക്സോൺസ്. ഈ ആക്സോൺസ് കുറച്ചുകൂടെ ഫ്രണ്ടിൽ വന്ന് പിന്നെയും ഈ ചെമ്പരത്തി പൂവിൽ നിൽക്കുന്നത് പോലൊക്കെ ആക്സോൺസ് എക്സ്റ്റെൻഡ് ആകുന്നുണ്ട്. ആ എക്സ്റ്റെൻഡ് ആകുന്നതിന് ഒരു കവറേജ് ഉണ്ട്. ഇതെല്ലാം 1/1 മില്യൺ ഏരിയയിലാണ് ഇത്. 1/1000th മില്ലിമീറ്ററിനാണ് ഇത് കാണത്തുള്ളൂ. വളരെ ഇതാണ്, മീൻസ് പ്രോബ്ലി 10 lakhs to 1 crore ന്യൂറോൺസ് വരെ ഒരു ബ്രെയിനിൽ കാണാൻ ചാൻസ് ഉണ്ട്. അത്രയ്ക്കും മില്യൺസ് ആണ് അവർ നോർമലി പറയുന്നത്. അപ്പോൾ ഈ നടുക്കുള്ള ന്യൂറോണിൽ, മീൻസ് ന്യൂറോണിൽ നടുക്കുള്ള പോർഷന് സോമ എന്നാണ് അവർ ഡിക്ലെയർ ചെയ്യുന്നത്, അല്ല പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഐ വിൽ ഗോ ടു ഹൗ ഡസ് ബ്രെയിൻ വർക്ക്. ഇതാണ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ. ബ്രെയിൻ സെൻസ് ആൻഡ് റിസീവ്സ് കെമിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ സിഗ്നൽ. സിംപ്ലസ്റ്റ് ഫോം. ഓക്കെ, ബ്രെയിൻ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സിഗ്നൽ, കെമിക്കൽ സിഗ്നൽസിനെ ത്രൂഔട്ട് ദ ബോഡി അയക്കും, ത്രൂഔട്ട് ദ ബോഡിയിൽ നിന്ന് ഇങ്ങോട്ട് റിസീവ് ചെയ്യും. സോ ഇറ്റ്സ് ഡ്യൂട്ടി ടു സെൻഡ് ആൻഡ് റിസീവ് കെമിക്കൽ സിഗ്നൽ ആസ് വെൽ as electrical signals. Different signals control different process. സിംപ്ലസ്റ്റ് ഫോമാണ്. ഓരോരോ കാര്യങ്ങളും ഓരോരോ കൺട്രോളാണ് സംഭവിക്കുന്നത്. Your brain interprets each. Some makes you feel tired, while some other makes you feel pain, and some other makes you to feel happier. കോർട്ടിസാൽ കൂടിയാണെങ്കിൽ ബ്രെയിനിൽ എന്ത് സംഭവിക്കും, ഡോപ്പമിൻ കൂടുവാണെങ്കിൽ ബ്രെയിനിൽ എന്ത് സംഭവിക്കുമെന്ന് ഒന്ന് ആലോചിച്ചോളുക. അതുകൊണ്ടാണ് സം ഇന്റർപ്രറ്റ്സ്. ആ ഡോപ്പമിൻ കൂടുമ്പോൾ ഇവിടെ വന്ന് പറഞ്ഞു തരുന്നത് മേക്ക് ജോയസ് പ്രോഗ്രാം. അപ്പം ഈ ന്യൂറോണ് കൂടെ ബ്രെയിൻ എല്ലാ സ്ഥലത്തും പറയും, ഓക്കെ നൗ ഇറ്റ്സ് എ ഡ്രിങ്കിങ് പാർട്ടി എന്ന് പറയുന്ന പോലെ ഒരു പാർട്ടി എന്ന് പറയും. ടോട്ടൽ സെൽസ് സ്റ്റാർട്ട്സ് എക്സൽ. അതർവൈസ് പെയിനോ അല്ലെങ്കിൽ ടയേർഡെന്നോ പറയുന്ന ഒരു കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതാണ് ഈ ബ്രെയിനിൻ്റെ പണി. സം മെസ്സേജസ് ആർ കെപ്റ്റ് വിത്തിൻ ദ ബ്രെയിൻ while others are relayed through the spine and access the body's vast network of nerves to distant extremities. അപ്പം വിരലിനകത്തിൻ്റെ അടുത്ത് വരെ പോലും മെസ്സേജ് അയക്കണമെങ്കിൽ ഈ സ്പൈനൽ കോഡിൽ കൂടെ കയറിയിട്ട് ആ സ്പൈനാണ് മെസ്സേജ് അതത് പോർഷനിലോട്ട് എത്തിപ്പിക്കുന്നത്. ലെറ്റ് ഇറ്റ് ബി ഈവൻ എക്സ്ട്രിമിറ്റി. To do this, the CNS relies on billions, ഞാൻ മില്യൺസ് ആണ് പറഞ്ഞത്, ബില്യൺസ് ഓഫ് ന്യൂറോൺസ്, നെർവ് സെൽസ്. അപ്പം ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അത് സെല്ലായിട്ടും കൂടെ നിൽക്കുന്നതായിട്ട് ഇതിൽ പറയുന്നത്. സോ നൗ യു മേ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ബ്രെയിൻ. ബ്രെയിൻ എന്തുകൊണ്ട് ഉണ്ടാക്കിയപ്പെട്ടത്, അതിനകത്ത് ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് രണ്ടിൻ്റെയും കൂടെ ഫങ്ഷൻസ് കൂടെ ഞാൻ പറഞ്ഞുതരാം കുറച്ച് കഴിയുമ്പോൾ. ഗ്രേ മാറ്റർ കൂടിയാൽ എന്ത് സംഭവിക്കും, ഗ്രേ മാറ്റർ കുറഞ്ഞാൽ, പ്രീഫ്രണ്ടൽ കോർട്ടക്സിൽ ഗ്രേ മാറ്റർ കൂടിയാൽ നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് വിൽ ബി സ്ലോവർ. അറിയാം, നമ്മുടെ ഫ്രണ്ടൽ കോർട്ടക്സിന്
മുകളിൽ ഒരു തിക്ക് ലെയർ എക്സ്ട്രാ ഫോം ചെയ്ത് ഗ്രേ മാറ്റർ വരുവാണെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് വിൽ ബി സ്ലോവർ. അപ്പം നമ്മൾ തിന്നാകുന്നവരും ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് വിൽ ബി ഫാസ്റ്റർ. പക്ഷെ അമിഗ്ഡലയിലെ റിവേഴ്സ് ആണ്. അമിഗ്ഡലയിൽ ഗ്രേ മാറ്റർ തിക്നെസ് വരുന്നവരും കുറച്ചുകൂടെ സ്ലോവർ ആകും. അല്ലെങ്കിൽ സാർ ഓക്കെ സാർ, താങ്ക് യു. ഓപ്പൺ ആയതാ. താങ്ക് യു മാം, താങ്ക് യു. ഓക്കെ, ദെൻ ന്യൂറോണെ കുറിച്ച് പറഞ്ഞിരുന്നു, ഹൗ ബ്രെയിൻ വർക്ക്സ് പറഞ്ഞു. ദെൻ മെയിൻ പാർട്സ് ഓഫ് ബ്രെയിൻ. ഓക്കെ, ഈ ഏതായാൽ സെറിബറം, സെറിബെല്ലം, ബ്രെയിൻ സ്റ്റം, ഈ മൂന്നാണ് മെയിൻ 3 ഭാഗങ്ങൾ. ഈ ബ്രെയിൻ സ്റ്റം എന്ന് പറയുന്നത് ബ്രെയിനിലിരുന്ന് താഴോട്ട് നമ്മുടെ സ്പൈനൽ കോഡ് CHOD. അപ്പം കോഡ് എന്ന് പറഞ്ഞാൽ ഒരു കയറ് പോലത്തെ ഒരു സാധനം. അപ്പൊ സ്പൈനിലോട്ട് പോകുന്ന സിഗ്നൽസിന് ചേർത്ത് ഇണയ്ക്കുന്ന ഒരു ലിങ്കിങ് ഏജന്റ്, അല്ലെങ്കിൽ അതിന് ഈ ബ്രെയിൻ സ്റ്റമ്മിന്റെ സൈഡിൽ കൂടെ സ്കല്ല് അല്ലെങ്കിൽ തലയോട്ടിയുടെ അകത്ത് ഹോളുള്ള പോർഷനകത്ത് അകത്ത് കയറി വരുന്നതാണ് സ്പൈൻ. അപ്പം ബ്രെയിൻ സ്റ്റം ഈസ് സപ്പോർട്ടിങ് സ്പൈൻ. അതൊരു ബ്രെയിൻ നിൽക്കാനുള്ള ഒരു സ്റ്റം ആയതുകൊണ്ട് ബ്രെയിൻ സ്റ്റം എന്ന് വെച്ചിരിക്കുന്നത്. ഇനി സെറിബറം, സെറിബെല്ലം, ഇത് രണ്ടിനെയും കുറിച്ച് നമുക്ക് പറയാം. വാട്ട് ഈസ് സെറിബറം? Cerebrum is front portion of the brain, comprises of gray matter. Gray matterന്റെ വേറൊരു വാക്ക് ഇവിടെ പറയുന്നത് സെറിബ്രൽ കോർട്ടക്സ്. കോർട്ടക്സ് എന്ന് പറഞ്ഞാൽ ഈ പഞ്ഞ് അല്ലെങ്കിൽ നടുക്കത്തെ പോർഷൻസ് എന്നാണ് അർത്ഥം. ഓക്കെ, ആൻഡ് വൈറ്റ് മാറ്റർ ഇൻ ഇറ്റ്സ് സെന്റർ. അപ്പൊ സെറിബ്രത്തിന്റെ നടുക്ക് വൈറ്റ് മാറ്ററും പുറത്തുള്ള പോർഷൻസ് എല്ലാം ഗ്രേ മാറ്ററുമാണ് ഉള്ളത്. ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ സെറിബ്രമാണ്. Cerebrum initiates and coordinates movement, regulates temperature, and other areas of the cerebrum enables speech, judgment, thinking, reasoning, problem solving, emotions, and learning. ഇതാണ് ഈ ഏരിയയാണ് നമുക്ക് ആക്ച്വലി മനസ്സിലായിരിക്കേണ്ടത്. അറിയാൻ സെറിബറത്തിലുള്ള ഫങ്ഷൻസ് എന്താന്ന് പറഞ്ഞാൽ സെറിബറം പ്രോബ്ലം സോൾവിങ്, എമോഷൻസ്, റീസണിങ്, തിങ്കിങ്. നമ്മുടെ തോട്ട് പ്രോസസ്സും എമോഷനും നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. മീൻസ് വി ടോക്ക് ത്രൂ മെഡിറ്റേഷൻ ആർ ത്രൂ മൈൻഡ്ഫുൾനെസ് വി ട്രൈ ടു കൺട്രോൾ എമോഷൻസ് ആൻഡ് തോട്ട് പ്രോസസ്. അപ്പോൾ ഇതാണ് ഞാൻ എല്ലാ സമയങ്ങളിലും നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ എമോഷൻസിനെ ഒന്ന് വാച്ച് ചെയ്യൂ, നിങ്ങളുടെ തോട്ടിനെ ഒന്ന് വാച്ച് ചെയ്യൂ, എത്ര തോട്ട്സ് വരുന്നു പോകുന്നു എന്നൊക്കെ. ഇതിനെല്ലാം ചെയ്ത് പോകുന്നത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ സെറിബറത്തിൻ്റെ ഉള്ള ആക്ടിവിറ്റീസിനെ കുറച്ച് സ്മൂത്തറാക്കി കൊടുക്കുകയാണ്. Other functions of cerebrum are vision, hearing, touch or other senses. 5 senses ഉള്ളത് നിങ്ങൾക്കറിയാം. ഓക്കെ, കണ്ണ് കാണുന്നു, മൂക്ക് സ്മെൽ ചെയ്യുന്നു, വായി ടേസ്റ്റ് ചെയ്യുന്നു, ചെവി കേൾക്കുന്നു, ആൻഡ് സ്കിൻ 1, 2, 3, ചെവി 4, ആൻഡ് സ്കിൻ ഈസ് ടച്ചിങ്. അപ്പം ഈ 5ൻ്റെയും ഒരു വിധമൊക്കെ ഫങ്ഷൻസ് നടത്തുന്നത് സെറിബറമാണ്. അപ്പൊ സെറിബറത്തിന്റെ കംപ്രൈസസ് ഓഫ് ഗ്രേ മാറ്റർ എന്ന് പറയുന്നുണ്ട്. സെറിബറം ഔട്ടർ സൈഡിലുള്ളത് ഗ്രേ മാറ്റർ ആണ്, അത് സെറിബറൽ കോർട്ടക്സ് ആണ്. അപ്പൊ വാട്ട് ഈസ് ഗ്രേ മാറ്റർ ഏരിയ? സെറിബറൽ കോർട്ടക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബാർക്ക്. അറിയാൽ നമ്മൾ ഈ റബ്ബറിൽ പാൽ വരുന്നതിന് പാലിനെ നമ്മൾ ബാർക്ക് എന്നാണ് പറയുന്നത്. അതിൻ്റെ പട്ട ഔട്ടർ സൈഡ്, ഔട്ടർ കവർ എന്നാണ് ബാർക്കിനെ പറയുന്നത്. അപ്പം കോർട്ടക്സ് എന്ന് പറഞ്ഞാൽ സെറിബ്രൽ കോർട്ടക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കവറാണ്. ഓക്കെ, അതിനാണ് നമ്മൾ ആ കവറാണ് ഔട്ടർ ഗ്രേ മാറ്റർ എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പം സെറിബ്രൽ കോർട്ടക്സ് ഇസ് എ സെറിബ്രൽ bark that describes outer gray matter covering the cerebrum. Cortex has a large surface area. Due to its largeness, it is divided into 2 for ഈ ബ്രെയിനിന്റെ ഹാഫ് വെയിറ്റ് ഈ ഏരിയയിലാണ് വരുന്നത്, സെറിബ്രത്തിലാണ് കിട്ടുന്നത്. ടോട്ടൽ അത് 50 പൗണ്ട് എന്ന് പറഞ്ഞിരുന്നു ആദ്യം, അല്ലെ? 50 പൗണ്ട് അല്ലേ സാർ പറഞ്ഞത്? 50 പൗണ്ടാണോ 5 പൗണ്ടാണോ? 3 പൗണ്ട്സ്, സോറി 3 പൗണ്ട്സ്, 3 പൗണ്ട്. 3 പൗണ്ടിന്റെ പകുതി, റഫ്ലി 1 to 1.5 പൗണ്ട്സ് ഈ നമ്മുടെ സെറിബ്രം തന്നെയാണ് വെച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ,
അതിനകത്ത് പിന്നെ രണ്ട് പോർഷൻ ആയതുകൊണ്ട് രണ്ട് ഹാഫ് ആക്കിയതുകൊണ്ട് ലെഫ്റ്റ് ഹെമിസ്ഫിയർ റൈറ്റ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും കണക്ട് ചെയ്യുന്നത് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഫയറിംഗ് കൊണ്ടാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ലിങ്ക് ഇല്ല. ഇറ്റ് ആൾവേസ് ഫയർസ്. നമ്മൾ ഗ്യാസ് അടുപ്പിൽ ഗ്യാസ് ലൈറ്റർ കൊണ്ട് കത്തിക്കുമ്പോൾ ഒരു ചെറിയ സ്പാർക്ക് ചാടി വരുന്നത് പോലെ ഈ ന്യൂറോൺസിൻ്റെ ആക്സോൺ കൂടെ ഒരു സ്ഥലത്തിരുന്ന് അടുത്ത ആക്സോണിൽ ചാടുന്നതാണ് ഇതിൻ്റെ എല്ലാം മെയിൻ തിങ്. അപ്പോൾ സെറിബ്രൽ കോർട്ടക്സ് ഇസ് ഡിവൈഡഡ് ഇൻടു ടു ഹെമിസ്ഫിയേഴ്സ്. ഇറ്റ് കവേഴ്സ് റിഡ്ജസ് ആൻഡ് ഫോൾസ്. അങ്ങോട്ടെല്ലാം കൂടുതലൊന്നും പോകണ്ട. 2 halves ആർ അറ്റ് ലാർജ് ഡീപ് സർക്കിൾസ്. അതും വേണ്ട, നിങ്ങൾ ഇതിന് മാത്രം നോക്കിയാൽ മതി. ദ ട്രാൻസ് ഫ്രം ദ ഫ്രണ്ട് ഓഫ് ദ ഹെഡ് ടു ദ ബാക്ക്. അതാണ് ഈ ഗ്രേ മാറ്റർ ഓടുന്നത് ഫ്രണ്ട് ഓഫ് ദ ഹെഡ് ടു ബാക്ക് ആണ്. ഓക്കെ. ദ റൈറ്റ് ഹെമിസ്ഫിയർ കൺട്രോൾസ് ദ ലെഫ്റ്റ് സൈഡ്. ഇതും കൂടെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. സ്ട്രോക്ക് വരുമ്പോൾ ലെഫ്റ്റ് ഹെമിസ്ഫിയറിൽ ബ്ലോക്കേജ് വന്നു കഴിഞ്ഞാൽ റൈറ്റ് പോർഷൻ ഓഫ് ദ ബോഡി സ്ലോവർ ആകും. അല്ലെങ്കിൽ റൈറ്റ് പോർഷൻ ഓഫ് ദ ബ്രെയിൻ ഹെമിസ്ഫിയറിൽ പ്രോബ്ലം വന്നാൽ അല്ല ബ്ലോക്കേജ് വന്നാൽ ലെഫ്റ്റ് ഓർഗാൻസ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹൈ, ലെഫ്റ്റ് ലെഗ് എന്നൊക്കെ മൂവ്മെൻറ്റ് തടസ്സപ്പെടുമെന്ന് പറയുന്നു. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതാണ് കറക്റ്റ് റീസൺ. റൈറ്റ് ഹെമിസ്ഫിയർ കൺട്രോൾസ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബോഡി ആൻഡ് ലെഫ്റ്റ് സൈഡ് കൺട്രോൾസ് ദ റൈറ്റ് ബോഡി. ഓക്കെ. The two halves communicate with one another through a large sheath-shaped structure of the white matter. അപ്പം വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത് കോർട്ടക്സ് പഞ്ഞു പോലെ ഫിൽഡ് ചെയ്ത ഒരു ഏരിയ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന് കൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ വൈറ്റ് മാറ്റേഴ്സിനകത്താണ് ന്യൂറോൺസ് ഇരിക്കുന്നത്. സോ ഇവിടെ സി ഷേപ്ഡ് സ്ട്രക്ചർ ഓഫ് വൈറ്റ് മാറ്റർ എന്ന് സിമ്പിളായിട്ട് പറഞ്ഞു പോവാണ്. ആ വൈറ്റ് മാറ്ററിനകത്താണ് ന്യൂറോൺസ് ഉള്ളത്. ന്യൂറോൺസ് ആണ് ട്രാൻസ്മിറ്റർ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ നെർവ് പാത്വേസ് ആർ കാൾഡ് കോർപ്പസ് കോലോസം. ഇതാണ് നമ്മൾ പുതിയ പാത്വേസ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ബൈ ഡൂയിങ് മെഡിറ്റേഷൻ, ബൈ അക്സെപ്റ്റിംഗ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ് ഓർ ദ സൊസൈറ്റി, യു ട്രൈ ടു മേക്ക് calmness. Further, when you decide that can be also acceptable, ഇന്നലെ വരെ അക്സെപ്റ്റബിൾ അല്ല എന്ന് പറയുന്നതിന് ഇന്ന് അക്സെപ്റ്റബിൾ, നാളെയും അക്സെപ്റ്റബിൾ, മറ്റന്നാളും അക്സെപ്റ്റബിൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പുതിയ ന്യൂറൽ പാത്വേ വരും. അപ്പം ന്യൂറൽ പാത്വേ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂറോൺ ടു ന്യൂറൽ ആക്സൺ ടു അടുത്ത ന്യൂറൽ ആക്സൺ, ദെൻ അടുത്ത ന്യൂറൽ ആക്സൺ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയി ഒരു പുതിയ പാത്വേ ഫോം ആകും. ഇല്ലാത്ത പാത്വേ ആണ്. ഈ ആക്സോൺ ഇരുന്ന് സോമായി കയറും, സോമായി ഇരുന്ന് ഫർദർ ആക്സോണിൽ കയറും, ആക്സോൺ ഇരുന്ന് സോമായി കയറും. അതിന് കൂടെ പോകുന്ന ഒരു പുതിയ പാത്വേ ഉണ്ടാക്കുന്നതാണ്. ആ പാത്വേ ഏരിയ ഈസ് കാൾഡ് കോർപ്പസ് കോലോസം. അപ്പോൾ കോർപ്പസ് കോലോസം സെൻറ്റർ ഓഫ് ദ സെറിബ്രത്താണ് ഉള്ളതെന്ന്. സെൻട്രലാണ് വൈറ്റ് മാറ്റർ ഉള്ളത്, വൈറ്റ് മാറ്ററിലാണ് ന്യൂറോൺ ഉള്ളത്. ഓരോരോ ന്യൂറോൺ കറക്റ്റായിട്ട് ഫയർ ചെയ്ത് പോകുമ്പോൾ ന്യൂറൽ പാത്വേ വരും. ന്യൂറൽ പാത്വേ ഈ വേറൊരു പേര് പറഞ്ഞിരിക്കുകയാണ് കോർപ്പസ് കോലോസം. ഓക്കെ. ഇനി നമ്മൾ 3 കണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് സെറിബ്രം, ഒന്ന് സെറിബെല്ലം, ഒന്ന് ബ്രെയിൻ സ്റ്റെം. ബ്രെയിൻ സ്റ്റെമ്മിനെ കുറിച്ച് നമുക്ക് അടുത്ത് നോക്കാം എന്താണെന്ന്. ബ്രെയിൻ സ്റ്റെം 3 തിരിച്ചിരിക്കുന്നുണ്ട്. മിഡ് ബ്രെയിൻ, പോൺസ് ആൻഡ് മെഡുല്ല. മെഡുല്ല ഓബ്ലങ്കേറ്റ എല്ലാവരും എറിഞ്ഞു കാണുമെന്ന് തോന്നുന്നു, ബാക്കിൽ ഉള്ളത്. ഓക്കെ. മെഡുല്ല എന്ന് പറഞ്ഞാൽ അതാണ് കൂടുതൽ കൺട്രോൾ ചെയ്യുന്ന ഏരിയ. മിഡ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അത് ഒരു വല്ലാത്ത കോംപ്ലക്സ് സ്ട്രക്ചറുള്ള ഏരിയ ആണ് മിഡ് ബ്രെയിൻ. ഓക്കെ. വിത്ത് റേഞ്ച് ഓഫ് ഡിഫറെൻറ്റ് ന്യൂറോൺ ക്ലസ്റ്റേഴ്സ്. ഒന്നല്ല, ഒരുപാട് ക്ലസ്റ്റേഴ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അതിലകത്ത് ന്യൂക്ലിയസും കോലിക്കുലി എന്ന് പറയുന്ന 2 തരം ക്ലസ്റ്റേഴ്സാണ് ഫോമായി വരുന്നത്. ന്യൂറൽ പാത്വേസ് നമുക്ക് ഒരുപാട് മെഡിക്കൽ MBBS ഡോക്ടറിൻ്റെ അത്ര ഒന്നും പോകണ്ട. ന്യൂറൽ പാത്വേസ് ആർ ഇമ്പോർട്ടൻറ്റ്. അത് മിഡ് ബ്രെയിനിലാണ് സംഭവിക്കുന്നത്. സെറിബ്രത്ത് ഇവിടെ വൈറ്റ് സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ന്യൂറോൺസ് ഉള്ള ഏരിയയിൽ ന്യൂറൽ പാത്വേ വരുന്നുണ്ട്. സെറിബ്രത്തിന് ഒരു ഇമ്പോർട്ടൻ്റ് കളി കളിക്കുന്നുണ്ട്. അതേ ഇത് ഇവിടുത്തെ മിഡ് ബ്രെയിനിൽ ഈ ബ്രെയിൻ സ്റ്റം വരുന്ന ഏരിയ, അതായത് ഇങ്ങപ്പുറത്ത് സെറിബ്രം, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സെറിബെല്ലം, നടുക്കുള്ള പോർഷന് ബ്രെയിൻ സ്റ്റം എന്ന് പറയുന്നത്. ആ ബ്രെയിൻ സ്റ്റം ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ ഏതാണ് ഈ
സ്റ്റമ്മ് കൂടെയാണ് താഴത്തെ വാട്ട് ഈസ് ഇറ്റ് കോൾഡ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് സ്റ്റമ്മിന്റെ സൈഡിൽ കൂടെയാണ് വരുന്നത്. അപ്പോൾ സ്പൈനിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, these brainstem facilitate various functions from hearing to movement to calculate responses, environmental changes എല്ലാം നോക്കുന്നത്. എൻവയോൺമെന്റൽ ചേഞ്ചസ് നോക്കുന്നത് പോലും ബ്രെയിൻ സ്റ്റം ആണ്. ഈവൻ പാർക്കിൻസൺ അസുഖം വരുന്നത് ഇവിടെയാണെന്ന് പറഞ്ഞു. ദ ഏരിയ ദാറ്റ് ഗെറ്റ്സ് അഫക്റ്റഡ് ബൈ പാർക്കിൻസൺ ഡിസീസ് ദാറ്റ് ഈസ് റിച്ച് ഇൻ ഡോപ്പമിൻ ന്യൂറോൺസ്. അപ്പം ഡോപ്പമിൻ ന്യൂറോൺ എക്സ്ട്രോർഡിനറി ആയാലും നമ്മൾ നോർമലി ഞാൻ ചിന്തിച്ചിരുന്നത് എൻ്റെ ഡിസിഷൻ അനുസരിച്ച് പാർക്കിൻസൺ അസുഖം വരുന്നത് ഹാപ്പിനെസ് കുറയുമ്പോഴാണ് എന്നാണ്. പാർക്കിൻസൺ അസുഖം വരുന്നത് ഇതിനകത്ത് പറയുന്നത് ദ മിഡ് ബ്രെയിൻ ആൾസോ കണ്ടെയ്ൻസ് സബ്സ്റ്റാൻഷ്യ നിഗ്ര. ഓക്കെ, അതൊരു ലിങ്കിങ് ആണ് നിഗ്ര എന്ന് പറയുന്നത്. ഏരിയ അഫക്റ്റഡ് ബൈ പാർക്കിൻസൺസ് ഡിസീസ് ദാറ്റ് ഈസ് റിച്ച് ഇൻ ഡോപ്പമിൻ ന്യൂറോൺ. അപ്പം ഈ പാർക്കിൻസൺ വരണമെങ്കിൽ ഡോപ്പമിൻ ന്യൂറോൺസ് കൂടുതലായിരിക്കും. അത് പാർട്സ് ഓഫ് ബാസൽ ഗാംഗ്ലിയ. ഇതൊന്നും കൂടുതൽ വാക്കുകൾ നിങ്ങൾക്ക് അറിയാനൊന്നും ആവശ്യമില്ല. പിന്നെ പോൺസ് എന്ന് പറയുന്നത് സിമ്പിൾ സാധനമാണ്, ഒരുപാട് ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. പോൺസിന്റെ വേറൊരു ഇതാണ് ബ്രിഡ്ജ്. ബ്രിഡ്ജ് എന്നാണ് പറയുന്നതിന്. ലാറ്റിൻ വേർഡ് ഇതാ ഇവിടെ കിടക്കുന്നു. ലാറ്റിൻ വേർഡ് ബ്രിഡ്ജ് എന്ന് പറയുന്നതിനാണ് പോൺസ് എന്ന് മെഡിക്കൽ ടേംസിൽ എഴുതാം. പോൺസ് ഇസ് ദ ഓറിജിൻ ഓഫ് 4 ഓഫ് ദ 12 ക്രാനിയൽ നെർവ്സ്. ഈ ക്രാനിയൽ നെർവ്സ് എന്ന് പറഞ്ഞാൽ ഈ സ്കല്ല് റൗണ്ട് ആയിട്ടിരിക്കുന്ന അകത്ത് കൂടെ പോർഷനിൽ 12 നെർവ്സ് 12 വർക്കുകൾ ചെയ്യാണ്. അതിനെക്കുറിച്ചാണ് ഇത് പറയുന്നത്. വിച്ച് എനേബിൾസ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് ഫ്രം ടിയർ പ്രൊട്ടക്ഷൻ, ഓക്കെ, ചിവിങ് അതായത് ചവയ്ക്കുക, ബ്ലിങ്കിങ്, ഫോക്കസിങ് വിഷൻ, ബാലൻസിങ്, ഈ വെറ്റിഗോ എന്നൊക്കെ ചിലർ പറയുന്നില്ല, ബാലൻസിങ്, ഹിയറിങ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇതെല്ലാം ചെയ്യുന്നത് ഈ 12 ക്രേനിയൽ നെർവ്സ് ആണ്. ഓക്കെ, ഈ പോൺസിലിരുന്നാണ് 12-ൽ 4 എണ്ണം വരുന്നത്. ബാക്കിയുള്ളതൊക്കെ വരുന്നത് മിഡ് ബ്രെയിനിലിരുന്നാണ്. ഓക്കെ, ദെൻ മെഡുല്ല. അറിയാൽ മിഡ് ബ്രെയിൻ ഈ സ്റ്റമ്മിന് പറയുമ്പോൾ മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല്ല. മെഡുല്ല എന്ന് പറയുന്നത് ബോട്ടം ഓഫ് ദ ബ്രെയിൻ സ്റ്റം ആണ്. അതറിയാൽ ഏറ്റവും താഴത്തെ ഈ പോർഷൻ ആണ്. അതുകൊണ്ടാണ് എപ്പോഴും ബാക്കിൽ അടിക്കരുത് എന്ന് പറയുന്നത്. ബാക്കിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹാർഡ് ഡിസ്ക് പടേന്ന് തട്ടിപ്പോകുന്നത് പോലെ ദെൻ ഫങ്ഷൻസ് എല്ലാം നഷ്ടപ്പെടും. ഓക്കെ, മെഡുല്ല അറ്റ് ദ ബോട്ടം ഓഫ് ദ ബ്രെയിൻ സ്റ്റം. മെഡുല്ല ഈസ് വയർ ദ ബ്രെയിൻ മീറ്റ്സ് എ സ്പൈനൽ കോഡ്. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ബ്രെയിൻ സ്പൈനൽ കോഡിന് എവിടെ മീറ്റ് ചെയ്യുന്നോ ആ പൊസിഷൻ, ആ ജോയിന്റിനാണ് അല്ലെങ്കിൽ ആ കൺജക്ഷൻ സ്പേസിനാണ് പറയുന്നത് മെഡുല്ല. മെഡുല്ല ഈസ് എസെൻഷ്യൽ ടു സർവൈവൽ. അപ്പം സർവൈവലിന് ഇമ്പോർട്ടൻ്റ് സാധനമാണ്. ഫങ്ഷൻസ് ഓഫ് ദ മെഡുല്ല റെഗുലേറ്റിംഗ് മെനി ബോഡിലി ആക്ടിവിറ്റീസ്. അത് എന്താന്ന് പറഞ്ഞാൽ ഹാർട്ട് റിതം, ബ്രീത്തിങ്, ബ്ലഡ് ഫ്ലോ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് ലെവൽസ്. അപ്പം നമ്മുടെ ബ്രീത്തിങ്ങിന് ഇമ്പോർട്ടൻസ് ഏരിയ ആണ് മെഡുല്ല. മെഡിറ്റേഷൻ കൊണ്ട് നമ്മൾ ഇവിടെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഓക്സിജൻ കൂട്ടാനും കാർബൺ ഡയോക്സൈഡ് കുറയ്ക്കാനും ബ്ലഡ് ഫ്ലോയും ബ്രീത്തിങ്ങിനെ റെഗുലേറ്റ് ചെയ്യാനും ഹാർട്ട് റിതമിനെ ശരിയാക്കാനും ചെയ്യേണ്ടിയ ഒരു കാര്യമാണ്. നമ്മൾ ബൈ മെഡിറ്റേഷൻ വാട്ട് ആർ വി ഡൂയിങ്? വി ആർ റെഡ്യൂസിങ് ദ ഗ്രേ മാറ്റർ തിക്നെസ് ഓഫ് prefrontal cortex, increasing the thickness of medulla oblongata up to certain level and reducing medulla oblongata's total volume and sorry, not medulla oblongata, amygdalas and medulla-നെ നമ്മൾ again correct ആയിട്ട് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. The medulla produces reflexive activities such as sneezing, vomiting, coughing, swallowing. അപ്പം മെഡുല്ല എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ റിഫ്ലക്സീവ് ആക്ടിവിറ്റീസ് ചെയ്യുന്നു. മെഡുല്ല പ്രൊഡ്യൂസസ് റിഫ്ലക്റ്റീവ് ആക്ടിവിറ്റീസ്. റിഫ്ലക്റ്റീവ് ആക്ടിവിറ്റീസ് എന്താണ്? സ്നീസിങ്, വോമിറ്റിംഗ്, കോഫിംഗ്, swallowing. അപ്പൊ swallowing ഇത് ഒന്നും നമ്മുടെ പ്രൈമറി ആക്ടിവിറ്റീസ് അല്ല. ഇതൊക്കെ എല്ലാം റിഫ്ലക്സീവ് ആക്ടിവിറ്റീസ് എന്നാണ് പറയുന്നത്. നമ്മൾ വോമിറ്റ് ചെയ്യാൻ ചെയ്യുന്നതോ, സ്നീസ് ചെയ്യുന്നതോ, ചുമയ്ക്കുന്നതോ, swallow ചെയ്യുന്നതോ ഇതെല്ലാം റിഫ്ലക്സീവ് ആക്ടിവിറ്റീസ്.
That is occurring in medulla. Okay. Then brain stem അല്ലെങ്കിൽ ഈ പോർഷനിലിരുന്ന് സംഭവിക്കുന്ന ബ്രെയിനും സ്പൈനൽ കോഡും മീറ്റ് ചെയ്യുന്ന പ്ലേസ് ആണ് മെഡുല്ല. ഇനി സ്പൈനൽ കോഡ് എന്താണ് ചെയ്യുന്നത്? സ്പൈനൽ കോഡ് എക്സ്റ്റെൻഡ്സ് ഫ്രം ദ ബോട്ടം ഓഫ് ദ മെഡുല്ല ത്രൂ എ ലാർജ് ഓപ്പണിംഗ് ഇൻ ദ ബോട്ടം ഓഫ് ദ സ്കൽ. സ്കല്ലിൽ ഓപ്പൺ ചെയ്ത് തലയോട്ടി ഓപ്പൺ ആയിരിക്കും ഏരിയ കൂടെ കണക്ഷൻ കിട്ടുന്നതാണ്. ഈ സ്പൈനൽ കോഡ് സോഫ്റ്റ് ആയതുകൊണ്ട് സപ്പോർട്ടഡ് ബൈ ദ വെർട്ടിബ്ര. വെർട്ടിബ്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ നട്ടല്. The spinal cord carries messages to and fro the brain and the rest of the body. അതാണ് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞത്. ബ്രെയിൻ സ്പൈനൽ കോഡിൽ കൂടെയാണ് മെസ്സേജ് ഈവൻ അപ് ടു ദ എക്സ്റ്റീരിയേഴ്സ് പാസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ പിക്ചറിൽ സെറിബറം എന്താന്ന് നോക്കി, ബ്രെയിൻ സ്റ്റം എന്താന്ന് നോക്കി, ഇനി സെറിബെല്ലം കൂടെ നോക്കാം. ഓക്കെ, സെറിബെല്ലത്തിന് ലിറ്റിൽ ബ്രെയിൻ എന്നാണ് അടുത്ത വേറൊരു പേര് പറയുന്നത്. അത് ഫിസ്റ്റ് പോർഷനാണ്. ഫിസ്റ്റ് സൈസ് മീൻസ് നമ്മുടെ കൈ ഒതുക്കി പിടിക്കുന്ന അതേപോലത്തെ ചെറിയൊരു പോർഷനാണ്. ആൻഡ് ബാക്ക് ഓഫ് ദ ഹെഡ് ആണ് ഉള്ളത്. ബാക്ക് ഓഫ് ദ ഹെഡ് നോർമലി ഏറ്റവും താഴെ ആണെങ്കിൽ ഉള്ളത് മെഡുല്ല ഒബ്ലങ്കേറ്റ ആണ്. മെഡുല്ലയുടെ ബാക്കിലോട്ട് ഇങ്ങപ്പുറത്ത് ഉള്ളതാണ് സെറിബെല്ലം. അത് പിന്നെ ബിലോ ദ ടെമ്പറൽ ആസിപിറ്റൽ ലോബ്സ് 4 തരം ലോബ്സ് ഏതൊക്കെയാന്ന് പിന്നെ നമുക്ക് വായിക്കാം. ഇത് സെറിബ്രൽ കോർട്ടക്സ് എന്ന് പറഞ്ഞാൽ, കോർട്ടക്സ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രേ മാറ്റർ ഏരിയ ആണ്, ഔട്ടർ കവറാണ് സെറിബ്രൽ കോർട്ടക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് 2 ഹെമിസ്ഫിയർ അഗൈൻ. ദ ഔട്ടർ പോർഷൻ കണ്ടെയ്ൻസ് ന്യൂറോൺസ്, ഇന്നർ പോർഷൻ കണ്ടെയ്ൻസ് ഏരിയ കമ്മ്യൂണിക്കേറ്റ്സ് സെറിബ്രൽ കോർട്ടക്സ്. സെറിബ്രൽ കോർട്ടക്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം നോക്കിയിരുന്നു ബ്രെയിനിന്റെ ഔട്ടർ ഗ്രേ മാറ്റർ ഏരിയ ആണ് സെറിബ്രൽ കോർട്ടക്സ്. ഓക്കെ, ദിസ് ഫങ്ഷൻ ടു കോർഡിനേറ്റ് voluntary muscle movements and maintain posture, balancing and equilibrium. സെറിബെല്ലം ചെയ്യുന്ന പണി എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. മീൻസ് നമ്മുടെ ബോഡി മൂവ്മെന്റ്സ്, നമ്മുടെ മസിൽ മൂവ്മെന്റ്സ്, നമ്മുടെ പോസ്ചർ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ പതിയെ ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ആൾക്കാർ വളയുന്നതെല്ലാം ഈ സെറിബെല്ലത്തിന്റെ ആക്ച്വൽ വർക്കുകൾ കുറയുമ്പോഴാണ്. ബാലൻസ്, ഈക്വിലിബ്രിയം. ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്നത് സെറിബെല്ലം അത് മാത്രമല്ല, തോട്ട്, എമോഷൻസ്, സോഷ്യൽ ബിഹേവിയറിലും കണക്റ്റഡ് ആണ്. പണ്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? ഇവിടെ മാത്രം മെഡുല്ലയ്ക്കാണ് ഈ പണി എന്നൊക്കെ പറഞ്ഞിരുന്നു, റിതം, ബ്രീത്തിങ്, ഇതെല്ലാം. അപ്പം ഇവിടെ ഇപ്പം പറയുന്നത് തോട്ട് ആൻഡ് ആക്ഷൻസിനും നമുക്ക് എടുക്കാം. അപ്പം എങ്ങനെയാന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് നമ്മൾ ടോട്ടൽ ബ്രെയിനെ കുറിച്ച് ലാസ്റ്റിൽ നോക്കിയിരുന്നു. ഈ മെനഞ്ചസ് ഒക്കെ കൂടുതൽ കവറിങ്, അത് ഓവർ ഇതിലോട്ട് പോകും. ഈ മെനഞ്ചസ് എന്ന് പറയുന്നത്, മെനഞ്ചറ്റൈസ് ഒരു പനി വരുന്നത് ഈ മെനഞ്ചസ് കാര്യങ്ങൾ കൊണ്ടാണ്. പറഞ്ഞാൽ മുകളില് എല്ലിന്റെ സൈഡിൽ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ, ഇതേപോലത്തെ ഈ തലയോട്ടിയാണ് ആ എല്ല്. തലയോട്ടി മുകളിൽ ബോൺ എന്ന് പറഞ്ഞിരിക്കുക വെള്ള കളറിൽ കാണിച്ചിരിക്കുന്നത് തലയോട്ടിയാണ്. തലയോട്ടിയുടെ താഴെ ഉള്ളതാണ് ഡ്യൂറാമാറ്റർ, ദെൻ അറക്കിനോയിഡ്. നെക്സ്റ്റ് മൂന്നാമത്തെ ഏരിയ ആണ് ഈ പിയാമാറ്റർ. അപ്പം ഈ പിയാമാറ്ററിലാണ് ബ്ലഡ് സർക്കുലേഷൻ, ന്യൂറോൺസ് എല്ലാം ഉള്ളത്. അങ്ങനത്തെയാണ് ഈ ബ്രെയിനിന്റെ സ്ട്രക്ചറിൽ ഈ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ വരുന്നത്. അതൊന്നും നമ്മൾ കൂടുതൽ അറിയണ്ട. ഓക്കെ, ഇനി പറഞ്ഞത് ഞാൻ കുറച്ചു മുമ്പ് ലോബ്സ് പറഞ്ഞിരുന്നു. ടെമ്പറൽ ലോബ്, ഫ്രണ്ടൽ ലോബ്, പെരിറ്റൽ ലോബ്, ഓസിപിറ്റൽ ലോബ്, ദെൻ സെറിബെല്ലം, ഈ സ്റ്റം ആർ സ്പൈനൽ കോഡ്. ഇതാണ് ഈ ഫ്രണ്ടൽ ലോബിന്റെ ലോബ് മാത്രം നമുക്ക് നോക്കാം. ദ ലാർജസ്റ്റ് ലോബ് ഓഫ് ദ ബ്രെയിൻ ഈസ് ലൊക്കേറ്റഡ് ഫ്രണ്ട് ഓഫ് ദ ഹെഡ്. ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് ഫ്രണ്ടൽ ലോബാണ് ഉള്ളത്. അവിടെ ഈ ഫ്രണ്ടൽ ലോബ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മുടെ പേഴ്സണാലിറ്റി ഡിഫൈൻ ചെയ്യുന്നത് ഈ ഫ്രണ്ടൽ ലോബ് കൊണ്ടാണ്. ഓക്കെ, അപ്പം ഡിസിഷൻ മേക്കിംഗ്, അഗൈൻ ഡിസിഷൻ മേക്കിംഗ്, മൂവ്മെന്റിനെ, ഇതിന് ഈ പോർഷനും കൂടെ മൂവ്മെന്റിനെ എഴുതുന്നുണ്ട്. റെക്കഗ്നൈസേഷൻ ഓഫ് സ്മെൽ, ഇതെല്ലാം ഇവിടെയാണ്, ഫ്രണ്ടൽ ലോബിലാണ് വരുന്നത്. ഈവൻ സ്പീച്ച് എബിലിറ്റിയും അപ് ടു സർട്ടൻ പെർസെൻറ്റേജ് ഇവിടെയാണ് കിട്ടുന്നത്. ദെൻ പെരൈറ്റൽ, ഈ ഫ്രണ്ടൽ ലോബ്
നെറ്റിയുടെ ബാക്കിലുള്ളതാണ്. അതിൻ്റെ ബാക്കിലുള്ളതാണ് പെറേറ്റൽ ലോബ്. പെറേറ്റൽ ലോബ് യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നത്. പെറേറ്റൽ ലോബ് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സ്പാഷ്യൽ റിലേഷൻഷിപ്പിനാണ്. ഇതിന് ഇറ്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് സ്പേഷ്യൽ റിലേഷൻഷിപ്പ്. വൺസ് ബോഡി ഈസ് കമ്പയർഡ് വിത്ത് ഓബ്ജക്ട്സ് അറൗണ്ട് ദ പേഴ്സൺ. അവൻ നിൽക്കുന്ന ഏരിയയുടെ ഉള്ള ഔട്ടർ ഏരിയയിൽ കമ്പയർ ചെയ്തെടുക്കുന്നതാണ്. പെറേറ്റൽ ലോബ് ഈസ് ആൾസോ ഇൻവോൾവ് ഇൻ ഇന്റർപ്രറ്റിംഗ് പെയിൻ ആൻഡ് ടച്ച് ഇൻ ദ ബോഡി. അപ്പം നമ്മുടെ ടച്ചസ് എല്ലാം കൊണ്ട് മനസ്സിലാക്കുന്നത് ഈ പെറേറ്റൽ ലോബാണ്. ഓക്കെ, ദെൻ ഓസിപിറ്റൽ ലോബ്. ഓസിപിറ്റൽ ലോബ് എന്ന് പറഞ്ഞാൽ ബാക്കിലാണ് ഇരിക്കുന്നത്. ഇത് വിഷന് വേണ്ടി മാത്രം മെയിനായിട്ട് ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ദ ബ്രെയിൻ ഈസ് ഇൻവോൾവ് വിത്ത് വിഷൻ. കണ്ണിനും കാഴ്ചകളും പറഞ്ഞാൽ ഒരു കണ്ണ് ഡോക്ടറെ അടുത്ത് പോകണമെങ്കിൽ അവർ കൂടുതലും ഈ ഓസിപിറ്റൽ ലോബിലാണ് കൂടുതൽ കളിക്കുന്നത്. അവർ ആദ്യം കണ്ണെന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു ഓർഗാൻ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ബട്ട് ഈ കൺട്രോൾസ് എല്ലാം ഈ ഏരിയയിലിരുന്ന്. നിങ്ങൾ കണ്ണിന് വേണ്ടി ആരെങ്കിലും MRI എടുത്തിട്ടുണ്ടോ? ബ്രെയിനിന്റെ MRI ആരെ എടുക്കാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട് 2 പേഷ്യന്റിന്. എന്തിനാന്ന് പറഞ്ഞാൽ അവൾക്ക് 2 കണ്ണും 2 കാഴ്ചകളായിട്ട് ഡ്യുവൽ വിഷൻ കിട്ടുന്നത്. അതായത് ഡൈപ്ലോപ്ലോപ്പി എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റാണ് അവർ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അത് ഈ ഓസിപിറ്റൽ ലോബിന്റെ ഒരു കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. റൈറ്റ്. ഞാൻ ടെമ്പറൽ ലോബ് എന്ന് പറയുന്നത് അതിന്റെ താഴെ ഉള്ള, അതിന്റെ നേരെ ഓസിപിറ്റലിന്റെ നേരെ ഇങ്ങപ്പുറത്തുള്ള അല്ലെങ്കിൽ ഫ്രണ്ടൽ നെറ്റിയുടെ താഴെ മൂക്കിന്റെ നേരെ ബാക്കിൽ വരുന്നതാണ് ഈ ടെമ്പറൽ ലോബ്. ടെമ്പറൽ ലോബ് ഈസ് ഇൻവോൾവ് ഇൻ എ ഷോർട്ട് ടേം മെമ്മറി, സ്പീച്ച് ആൻഡ് മ്യൂസിക്കൽ റിതം, സം ഡിഗ്രി ഓഫ് സ്മെൽ റെക്കഗ്നൈസേഷൻ. ഇതാണ് ഞാൻ ഇന്ന് ചെറിയതായിട്ട് പറയുന്നത്. പിന്നെ അകത്ത് അഫ്കോഴ്സ് ഹൈപ്പോതലാമസിനെ കുറിച്ച് നമ്മൾ ക്ലിയർ ആയിട്ട് കുറച്ചുകൂടെ അടുത്ത് നിന്ന് ഹൈപ്പോതലാമസ് തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൽ ഇവിടെ എല്ലാവരും അറ്റൻഡ് ചെയ്ത് കാണുമെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ തെർമോസ്റ്റാറ്റ് എന്നൊരു സബ്ജക്ട് എടുത്തിരുന്ന ഓർമ്മ ഉണ്ടോ ആർക്കെങ്കിലും? ആരും അറ്റൻഡ് ചെയ്തില്ല അല്ലേ? അത് ഈ ഹൈപ്പോതലാമസ് ആണ് കളിക്കുന്നത്. ഹൈപ്പോതലാമസ് ഇസ് അബവ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് സെൻസ് കെമിക്കൽ മെസ്സേജസ് ആൻഡ് കൺട്രോൾ ഇറ്റ്സ് ഫങ്ഷൻ. ഇറ്റ് റെഗുലേറ്റ്സ് ബോഡി ടെമ്പറേച്ചർ. അതാണ് മേജർ. ഇറ്റ് റെഗുലേറ്റ്സ് ബോഡി ടെമ്പറേച്ചർ. അതിനാണ് ഞാൻ ഇതിന്റെ പേര് തെർമോസ്റ്റാറ്റ് എന്ന് വരെ പറഞ്ഞത്. ഇത് നമ്മൾ കാശ്മീരിലോ കാനഡയിലെ -10 ഡിഗ്രീസ് ആണ്, 10 to 12 ഡിഗ്രീസ് ആണ് ഇന്നലെ അല്ല മിനിയാന്ന് ഞാൻ ചെക്ക് ചെയ്തു. അപ്പം അവിടെ നിൽക്കുന്ന ആൾക്ക് ഇന്നർ ബോഡി ഹോട്ട് ആക്കി ആ ടെമ്പറേച്ചറിനെ അക്സെപ്റ്റ് ചെയ്യാനും, ഇപ്പോൾ രാജസ്ഥാനിൽ ചെന്ന് നിന്നാൽ 40 ഡിഗ്രീസ് ടെമ്പറേച്ചർ ഉള്ളതിനെ അക്സെപ്റ്റ് ചെയ്യാനും, 40 ആയിട്ടില്ല, 34 to 37 ആണ് ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പം 40-45 വരെയൊക്കെ അവിടെ പോകും. അതിനും ഒരു ബാർമറിന് അടുത്ത് ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയിലൊക്കെ 54 വരെ. ഓക്കെ, അപ്പം അവിടെ 54 ഡിഗ്രീസിൽ 45 ഡിഗ്രീസിൽ നിൽക്കുന്നവനെയും അകത്തുള്ള ഹാർട്ടും ലങ്സും സ്റ്റൊമക്കും എല്ലാം ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അകത്തുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അത് ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു സാധനമാണ്. ഹൈപ്പോതലാമസ് ഹൈപ്പോതലാമസ് ഈ ബ്ലൂഷ് ഇവിടെ എന്റെ ആരോ കാണാൻ പറ്റുന്നുണ്ടോ? പോർഷൻ ഈസ് ഹൈപ്പോതലാമസ്. ഓക്കെ, ഇതാണ് ഹൈപ്പോതലാമസ്. ഇത് സെറിബെല്ലം. ഓക്കെ, ഇത് സെറിബെല്ലം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പിക്ചർ കാണിച്ചതിന്റെ ഏറ്റവും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്നതാണ് സെറിബെല്ലം. റൈറ്റ് ഹാൻഡ് സൈഡ് വന്നത് സെറിബെറം. പിന്നെ ഈ ബ്രെയിൻ നടുക്കുള്ളത് ബ്രെയിൻ സ്റ്റം. അപ്പോൾ ഇതിന്റെ എക്സ്ട്രീം റൈറ്റ് ഹാൻഡ് സൈഡ് വലത് കണ്ണിന്റെ അങ്ങപ്പുറത്ത് വരുന്നതാണ് സെറിബെറം വരുന്നത്. ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ഈ ഇത്രയും ഒരു പച്ച ഒരു പോർഷൻ, ഇതായില്ലേ എന്റെ ആരോ കാണുന്ന ഈ പോർഷൻ ആണ് ഹൈപ്പോതലാമസ്. ഈ ഹൈപ്പോതലാമസ് ആണ് ഒരു മനുഷ്യനെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നത്. ഈ അമിഗ്ഡല ഞാൻ പറയുന്നതാണ് നമ്മളെ ചാടിക്കോ എന്ന് പറയുന്ന ഫൈറ്റ് ആർ ഫ്ലൈറ്റ് സിറ്റുവേഷൻ ഉണ്ടാക്കി തരുന്നത്
ഈ ഈ ഈ സാധനമാണ് ഇവിടെ ഇരിക്കുന്ന അമിഗ്ഡല. ഒരു ആൽമോണ്ടിന്റെ അത്ര കാണും, അതാണ്. ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് ബാക്കി ഗ്ലാൻഡ്സിന്റെ ഒക്കെ ഉള്ള ഫങ്ഷണാലിറ്റീസ് കറക്റ്റായിട്ട് നോക്കുന്നത്. ഓക്കെ, ഈവൻ തൈറോയിഡ് ഗ്ലാൻഡ് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ എടുക്കുന്നത്. തൈറോയിഡ് ഗ്ലാൻഡിന്റെ പ്രോബ്ലം വരുവാണെങ്കിൽ ഇനിഷ്യലി തൈറോയിഡ് ഗ്ലാൻഡ് അല്ല, സംടൈംസ് ഇറ്റ് മൈറ്റ് ബി ദ റൂട്ട് കാസ് മൈറ്റ് ബി ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇതൊക്കെ കുറച്ച് ഞാൻ എക്സ്ട്രാ സയൻസ് എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇതിലോട്ട് പോയിന്നേ ഉള്ളൂ. അതൊന്നും നമുക്ക് അത്രയ്ക്കും കൂടുതൽ പോകണമെന്നില്ല. ഓക്കെ, ഞാൻ ക്രേനിയൽ നെർവ്സ് 12 ഉള്ളതിൽ 4 മാത്രമാണ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞിരുന്നു. ബാക്കി എവിടെ നിന്ന് ക്രേനിയൽ നെർവ്സ് 4 ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തരാം ഇപ്പം. ഓക്കെ, നമ്മൾ നേരെ ക്രേനിയൽ നെർവ്സിലോട്ട് പോവാം. നമ്മുടെ തലയോട്ടിയുടെ അകത്ത് കൂടെ ഒരു പോർഷൻസിന്റെ എന്നാൽ ഞാനിവിടെ ഒരു 3 ഇത് കാണിച്ചു തന്നിരുന്നല്ലോ. ഐ ടെൽ യു. ദിസ് വാട്ട് മെനിഞ്ചസ്, ഡ്യൂറാ മാറ്റർ, ആർക്കനോയിഡ് ആൻഡ് പിയ മാറ്റർ. ഈ ഏരിയയിൽ വരുന്നതാണ് ഈ ഈ ബോൺ കാണിച്ചിരിക്കുന്ന. ഇതാണ് തലയോട്ടി. തലയോട്ടിയുടെ അകത്ത് ഈ ഡ്യൂറോമാറ്ററിൻ്റെ ഇടയ്ക്കും രണ്ടിനും ഇടയ്ക്കാണ് ഈ ക്രേനിയൽ നെർവ്സ് 12 ഉള്ളത്. ഓക്കെ, cranial nerve 1 is the inner side of cranium, dome of the skull. There are 12 nerves called cranial nerves. Okay, first cranial nerve ചെയ്യുന്നത് olfactory. Olfactory എന്ന് പറഞ്ഞാൽ സ്മെല്ല്. അത് ഫസ്റ്റ് നെർവ് സ്മെല്ലിന് ഉള്ളതാണ്. സെക്കൻഡ് നെർവ് ഓപ്റ്റിക് നെർവ് ആണ്, ദാറ്റ് ഗവേൺസ് ഐസൈറ്റ്. രണ്ടാമത് ഐസൈറ്റിന് പ്രോബ്ലം ആണെങ്കിൽ ഒരാൾക്ക്, അതുകൊണ്ടാണ് ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ തലയോട്ടി പൊട്ടുവാണെങ്കിൽ അവന് കാഴ്ച പോലും നഷ്ടപ്പെടുന്നത് ഈ രണ്ടാമത്തെ ക്രേനിയൽ നെർവ്. ക്രേനിയൽ നെർവ് രണ്ടാമത് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അവൻ്റെ ഓപ്റ്റിക് നെർവ് അടിച്ചു പോകും. മൂന്നാമത്തെ നെർവ് ഓക്ലോമോട്ടർ നെർവ്, കൺട്രോൾസ് പ്യൂപ്പിൾ. പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ കണ്ണിന് നടുക്കുള്ള ആ പോർഷനാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് അതർ മോഷൻസ് ഓഫ് ദ ഐ ആൻഡ് ബ്രാഞ്ചസ് ഔട്ട് ഫ്രം ദ ഏരിയ ഓഫ് ദ ബ്രെയിൻ സ്റ്റം വെയർ മിഡ് ബ്രെയിൻ മീറ്റ്സ് ദ പോൺസ്. ഓക്കെ, ഇത് മൂന്നാമത്തെ നെർവ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ്. ഓക്കലോമോട്ടർ നെർവിന് വർക്ക് ചെയ്യുന്നതാണ്. നാലാമത്തെ ക്രേനിയൽ നെർവ് ഉള്ളത് കൺട്രോൾസ് മസിൽസ് ഇൻ ദ ഐ. അപ്പം 3 കണ്ണിനാണ്, 2 കണ്ണിനാണ്, കണ്ണിന് നാലാമത്തതും ഉണ്ട്. ട്രോക്ലിയർ മീൻസ് ട്രോക്ലിയർ നെർവ്. ഈ കോഗ്ലിയർ എന്ന് ഇതിന് ചെവി കേൾക്കാത്ത ആൾക്കാർക്ക് പറഞ്ഞിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതേപോലെ കാണുന്നതിന് ഈ കണ്ണിൻ്റെ മസിലാണ് ട്രോക്ലിയർ നെർവ് എന്ന് പറയുന്നത്. ഇറ്റ് എമർജസ് ഫ്രം ബാക്ക് ടു മിഡ് സ്ട്രീം. സാറേ, ഞാൻ ആക്ച്വലി സംസാരിച്ചുകൊണ്ടേ പോകണം. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ആരും സംശയം ചോദിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. എവരിബഡി ആർ അപ്സെറ്റ് വെദർ ഐ എം റൈറ്റ്ലി ജോയിനിങ് വിത്ത് യു ഓൾ. അല്ല, ഞാൻ എൻ്റെ പാട്ടിനെ മനസ്സിലാവുന്നുണ്ട്. റൈറ്റ്, താങ്ക് യു. എന്നാൽ ഞാൻ ഇന്ന് എന്താന്ന് പറഞ്ഞാൽ ആൽമോസ്റ്റ് എൻ്റെ മെഡിറ്റേഷൻ എപ്പോഴും ഒരു സയൻസ് ബേസ്ഡ് ആണ്. സയൻസ് ബേസ്ഡ് എന്നാണ്. ബാക്കി എല്ലാവരും മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഒന്ന് പോകും. ഞാൻ മൈൻഡ്ഫുൾനെസ് എപ്പോഴും എല്ലാ സമയത്തും വരുന്നത് സയൻസ് ബേസ്ഡ്. ഹൗ സയൻസ് വർക്ക്സ് ഓൺ ദിസ് റീസൺ. ഈ ഏരിയ മനസ്സിലായാലേ സയൻസിന് കുറച്ചുകൂടെ നമുക്ക് സ്മൂത്തറായിരിക്കും. അതുകൊണ്ട് പീരിയോഡിക്കലി റീഡ്. എല്ലാ മാസവും ഒരിക്കലെങ്കിലും ഞാൻ ബ്രെയിനിനും നെർവ്സിനും ഇതിനെല്ലാം വായിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ഇന്നലെ ഒന്ന് വായിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു ഓപ്ഷൻ സാറും പറഞ്ഞ്, ഇളങ്കോ എടുക്കാവോ, ഇതന്നെ വൈ നോട്ട് എന്ന് പറഞ്ഞു. എനിക്ക് ഇതിനെക്കുറിച്ച് ഇന്ന് പറഞ്ഞു തരാമെന്ന്. ഞാൻ ഓരോരോ സമയത്തും ഓരോന്ന് പറയുന്ന എല്ലാം ബേസിക്സ് ആയിരിക്കും. യു നെവർ എക്സ്പെക്ട് എനിത്തിങ് വെരി ബിഗ് തിങ്സ്. ബട്ട് ഈ ചെറിയ കാര്യങ്ങളെല്ലാം നമ്മൾ സ്മൂത്തറായിട്ട് വിട്ട കാര്യങ്ങളാണ്. വിട്ട കാര്യങ്ങൾ എന്നാൽ നമുക്ക് 5ാം ക്ലാസ്സിൽ ചോദിച്ച്, അല്ലെങ്കിൽ 2ാം ക്ലാസ്സിൽ ചോദിക്കുന്നതാണ് 3+2 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പടയേന്ന് 5 എന്ന് പറയും. ഹൗ ഇറ്റ് ഹാസ് കം 5 എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം ഒരു സ്റ്റെപ്പ് ടമ്പിൾ അടിക്കും. അല്ലേ സാർ? വല്ലതും സാർ ശരിയാണോ ഞാൻ പറഞ്ഞത്? 3, 2 എന്തുകൊണ്ട് 5? എന്തുകൊണ്ട് 6 ഇല്ല? എന്തുകൊണ്ട് 7 ഇല്ല? 5 ഒരു നാമം ആര് ചൂട്ടിയത്?
അതിനെ അന്ന് 6:30 എന്നൊക്കെ പറഞ്ഞിരുന്നാൽ സമ്മതിച്ച് കാണത്തില്ലേ? ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ കാണാൻ ശ്രമിച്ചാൽ വി വിൽ അഗൈൻ ഗോ ബാക്ക് ടു ബേസിക്സ്. അപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് ഞാനൊരു കാലണ്ടർ എന്ന് ഒരു ക്ലാസ് എടുത്തിരുന്നു. ആരെങ്കിലും കേട്ടിരുന്നോ? റോയ് സാർ കേട്ടിരുന്നല്ലോ. കേട്ടിരുന്നോ അല്ലേ സാർ? ഓ, ആരും കേട്ടില്ലെങ്കിൽ നമുക്ക് കാലണ്ടറിനെ കുറിച്ച് ഒന്ന് എടുക്കാം. കാലണ്ടർ എങ്ങനെയാണ് വന്നത്, കാലണ്ടറിൻ്റെ ആക്ച്വലി നാമം എങ്ങനെ വന്ന്, കാലണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ആക്ച്വലി കാലണ്ടർ ഈസ് നോട്ട് മന്ത് ആൻഡ് ഡേയ്സ്. അറിയാവോ സാർ? അങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ. ക്ലാസ് എടുത്തത് ഒരു ആ അതെ, നസീം മാഡം കേട്ടിരുന്നു. ന്യൂ ഇയർ ആ, സാർ. വന്നപ്പോ എടുത്തതാ. അത് ശരി. ന്യൂ ഇയർ വന്നപ്പോൾ കൊടുത്തത് മാത്രമല്ല സാർ, അത് ആക്ച്വലി ഒരു അക്കൗണ്ട്സ് ബുക്കാണ്. കാലണ്ടറിൻ്റെ അർത്ഥം അക്കൗണ്ട്സ് ബുക്ക് എന്നാണ്, അല്ലെങ്കിൽ കീപ്പിംഗ് എവറിത്തിങ് ഇൻ ഓർഡർ, കീപ്പിംഗ് എവറിത്തിങ് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതേപോലെ കുറച്ച് ബാക്കിലോട്ട് നമ്മൾ വായിക്കാൻ തുടങ്ങുമ്പോൾ കുറച്ചുകൂടെ ഖുഷിയാവും സാധനങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ എവിടെ വരെ പോയി? 4-മത്തത് പോയിരുന്നു അല്ലേ? ട്രോക്ലിയർ പോയിരുന്നു. 5-മത്തെ ക്രേനിയൽ നെർവ് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് മോസ്റ്റ് കോംപ്ലക്സ് ഓഫ് ക്രേനിയൽ സെൻസറിയും മോട്ടോർ ഫങ്ഷനും ചെയ്യുന്ന ഇതാണ് 5-മത്തതാണ്. ഇറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം ദ പോൺ. നമ്മൾ പോൺ വായിക്കുമ്പോഴാണ് 4 നെർവ്സ് പോണിലിരുന്നു, ബാക്കിയെല്ലാം സെൻട്രൽ ഓഫ് ദ കോർട്ടക്സിലിരുന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ട്രൈജമിനൽ നെർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോൺസിൽ നിന്നാണ്. ഇറ്റ് കൺവേസ് സെൻസേഷൻ ഫ്രം ദ സ്കാൽപ്, ടീത്ത്, ജാ, സൈനസസ് ആൻഡ് പാർട്ട് ഓഫ് ദ മൗത്ത്, ഫേസ് ഓഫ് ദ ബ്രെയിൻ, അലൗസ് ദ ഫങ്ഷൻ ഓഫ് ചിവിങ് മസിൽസ് ആൻഡ് മച്ച് മോർ. അപ്പം കൂടുതൽ മൂവ്മെൻറ്റ്സിനെ കുറിച്ച്, മോട്ടോർ ആക്ടിവിറ്റീസ്, മോട്ടോർ ഫങ്ഷനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ട്രൈജമിനൽ നെർവ്. ദെൻ 6th ഈസ് അബ്ഡ്യൂസർ നെർവ്. ഇത് എന്താന്ന് പറഞ്ഞാൽ അഗെയിൻ മസിൽസിനെ ഇന്നർവേറ്റ് ചെയ്യുന്നതാണ്. അത് മസിൽസ് ഇൻ ദ ഐ, കണ്ണിലുള്ള. ഇതിവിടെ 3-മത്തത് അല്ല, ട്രോക്ലിയറും പറഞ്ഞത് മസിൽസിന്റെ കാര്യമാണല്ലോ. അതെ 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 അതെ, അതാണ് സാർ. ഞാൻ ലൈൻ കാണിക്കുന്നതാണ്. ട്രോക്ലിയർ കാണിക്കുന്നതും കൺട്രോൾസ് ദ മസിൽസ് ഇൻ ദ ഐ എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇന്നർവേറ്റ്സ് സം ഓഫ് ദ മസിൽസ് ഇൻ ദ ഐ എന്ന്. എല്ലാ മസിൽസിനും പറയുന്നില്ല, സം ഓഫ് ദ മസിൽസ് എന്നാണ് പറയുന്നത്. അറിയാൽ അത് പൂർണ്ണ ഉത്തരവാദം ട്രോക്ലിയറിന് അല്ല എന്നാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇറ്റ് എമർജസ് ഫ്രം ദ ബാക്ക് ഓഫ് ദ. അപ്പം അടുത്ത് കുറച്ചുകൂടെ ഇവനും കൂടെ പണിയെടുക്കുന്നു എന്നാണ് പറഞ്ഞു തരുന്നത്. ക്രേനിയൽ നെർവ് 7 എന്ത് ചെയ്യുന്ന ഫേഷ്യൽ നെർവ്. ഇത് വലിയൊരു കാര്യമല്ല സാർ. നമ്മുടെ തലയോട്ടിയുടെ അകത്തുള്ള ഒരു 12 നെർവിനെ കുറിച്ച്, ആ 12 നെർവ് എന്ത് പണികൾ ചെയ്യുന്നു എന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ 7th നെർവ് ഫേഷ്യൽ നെർവ് സപ്പോർട്ട്സ് ഫേസ് മൂവ്മെന്റ്, ടേസ്റ്റ്, ഗ്രാൻഡുലർ ആൻഡ് അതർ ഫങ്ഷൻസ്. അപ്പോൾ ടേസ്റ്റ്, മൂവ്മെന്റ്സ്, ഫേസ് മൂവ്മെന്റ്സിനെ കുറിച്ച് നോക്കുന്നതാണ് ഫേഷ്യൽ നെർവ് എന്ന് പറയുന്നത്. 7-മത്തെ നെർവാണ്. 8-മത്തെ നെർവ് വെസ്റ്റിബുലോ കോക്ലിയർ നെർവ്. അതെന്ന് പറഞ്ഞാൽ ബാലൻസ്, നമ്മുടെ ബാലൻസും ഹിയറിങ്. ഈ വെസ്റ്റിബുലർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ സാർ? വെസ്റ്റിബിൾ വേറെ എവിടെ കേട്ടിട്ടുണ്ട്? വെസ്റ്റിബിൾ ആരെങ്കിലും ഒരാൾ സഹായിക്കൂ പ്ലീസ്. ട്രെയിനിൽ കേട്ടിട്ടുണ്ട്. വെരി റൈറ്റ്, വെരി റൈറ്റ്. 2 കോച്ചുകൾ തമ്മിൽ ലിങ്ക് ചെയ്ത് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ A3-ലിരുന്ന് A2-ലോട്ടോ A3-ലിരുന്ന് A4-ലോട്ടോ പോകാൻ സഹായിക്കുന്ന ഒരു പോർഷനാണ് വെസ്റ്റിബിൾ. വെസ്റ്റിബിൾ എന്ന് പറഞ്ഞാൽ 2 ബോഗീനെ നടുക്ക് ലിങ്ക് ചെയ്ത് സൈഡെല്ലാം കവേർഡ് ഉള്ളതാണ് വെസ്റ്റിബിൾ എന്ന് പറയുന്നത്. അപ്പം ഈ 8-മത്തെ നെർവ് എന്താണെന്ന് പറഞ്ഞാൽ വെസ്റ്റിബുലോ കോക്ലിയർ. കോക്ലിയർ എന്ന് പറയുന്നത് ഒരു ഹിയറിങ്ങിന് ഇമ്പോർട്ടൻ്റ് ഇതാണ്. അപ്പം കോക്ലിയർ ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഡിവൈസാണ് നോർമലി ചെവി കേൾക്കാത്ത ആൾക്കാരെ സഹായിക്കാൻ, സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് 8-മത്തെ നെർവിൻ്റെ ചെറിയ കൺഫ്യൂഷൻസ് വരുമ്പോഴാണ്. അപ്പം 9-മത്തെ നെർവ് ചെയ്യുന്നത് ഗ്ലോസോ ഫൈരിയൻ ജയിൽ. ഈ ഗ്ലോസോ എന്ന് പറഞ്ഞാൽ അഗൈൻ വാക്കുകൾ ഒന്ന് നോക്കിക്കൊള്ളുക എന്താണെന്ന്. ഗ്ലോസോഫാരിഞ്ചിയൽ. ഏത് സാർ?
ഗ്ലോസോ ഫാരഞ്ചിയൽ നെർവ്സ് ഇല്ലേ സാറേ? അതെ അതെ അതെ. അല്ല, ഈ ഗ്ലോസോടെ ആക്കാണ് ഞാൻ പറഞ്ഞത്. ഗ്ലോസോ എന്ന് പറഞ്ഞാൽ ഗ്ലോസോഫോബിയ കേട്ടിട്ടുണ്ടോ സാർ? ക്ലോസ്ഡ് കണ്ടെയ്നേഴ്സ്. അത് ഒരാൾക്ക് ഒരു മുറിക്കകത്ത്, അടച്ച മുറിക്കകത്ത് നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ലിഫ്റ്റിനകത്ത് കയറി സഞ്ചരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ഗ്ലോസോഫോബിയ എന്നാണ് പറയുന്നത്. ഫോബിയ ഈസ് എ ഫിയർ. അപ്പോൾ ഗ്ലോസോ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഏരിയ ആണ്. ഈ നെർവ് ഈ ത്രോട്ടിനും ഇതിനിടയ്ക്ക് കൂടെ ഒക്കെ പോകുന്ന, ഇയറിനും ത്രോട്ടിനും ഇടയ്ക്ക് കൂടെ പോകുന്ന ഒരു നെർവാണ്. അതൊരു ക്ലോസ്ഡ് കണ്ടെയ്നർ പോലെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്ട്രാ ഡീറ്റെയിൽ പോയിട്ടില്ല. ബിക്കോസ് ഐ ആം നോട്ട് MBBS ഡോക്ടർ. അല്ലെങ്കിൽ എനിക്ക് അത്രയ്ക്ക് ഒരു സർജൻ ആകുമ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ നോക്കേണ്ടത്. ക്ലോസ് തന്നെയല്ലേ സാറ്? ടേസ്റ്റും ഇയറും ഉള്ളിൽ കൂടെ, ത്രോട്ടിന്റെ ഉള്ളിൽ കൂടെ അല്ലേ വരുന്നത്? അതെ അതെ അതെ. കറക്റ്റ്, അതായിരിക്കും ചിലപ്പോൾ. അല്ല, അവിടെ ആൾറെഡി ഒരു ഹോളും മറ്റേ ഗുഹ പോലത്തെ സാധനങ്ങൾ കാണുന്നുണ്ട്. ആ ഗുഹ പോലെ ഇരിക്കുന്ന ഏരിയ ആണ് ഇത് ഗ്ലോസോഫൈറിനിയൽ എന്ന് പറയുന്നത്. ഓക്കെ. 10ാമത്തെ നെർവ് വേഗസ് നെർവ്. ഇറ്റ് അലൗസ് സെൻസേഷൻ അറൗണ്ട് ദ ഇയർ ആൻഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ചെവിയുടെ ചുറ്റിലും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലും ഉള്ളതാണ്. ആൻഡ് കൺട്രോൾസ് മോട്ടോർ ആക്ടിവിറ്റി ഇൻ ദ ഹാർട്ട്. മോട്ടോർ ആക്ടിവിറ്റി ഫുൾ അല്ല, മോട്ടോർ ആക്ടിവിറ്റി ഇൻ ദ ഹാർട്ട്. ഈ നമ്മുടെ ഹൃദയത്തിനകത്തുള്ള കാര്യത്തിനുള്ള മോട്ടോർ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. ത്രോട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇതിനെ 10. 11ാമത്തേതെന്ന് പറഞ്ഞാൽ ആക്സസറി നെർവ് ആണ്. ദാറ്റ് ഇന്നർവേറ്റ്സ് സ്പെസിഫിക് മസിൽസ് ഇൻ ദ ഹെഡ്, നെക്ക് ആൻഡ് ഷോൾഡർ. ഇതിനകത്ത് ഈ തലയും കഴുത്തും ഷോൾഡറും കൺട്രോൾ ചെയ്യുന്ന ഒന്നാണ്. നല്ല പേരുകള്. ആക്സസറി. ആക്സസറി, കറക്റ്റ്. 12ാമത്തേത് ഹൈപ്പോഗ്ലോസൽ. അത് മോട്ടോർ ആക്ടിവിറ്റി ടു ദ ടങ്. നാക്ക് ആടാൻ ഈ 12ാമത്തെ നെർവാണ് ആവശ്യം വരുന്നത്. ഫസ്റ്റ് 2 നെർവ് ഒറിജിനേറ്റ്സ് ഇൻ ദ സെറിബ്രം. റിമൈനിങ് 10 cranial nerves emerge from the brain stem, which has 3 parts: midbrain, pons and medulla. ഓക്കെ. ഇന്ന് ഞാൻ 8 മണിയായി. നമുക്ക് കുറച്ച് ബ്രെയിൻ, ഐ സ്റ്റാർട്ടഡ് വിത്ത് വാട്ട് ഈസ് ബ്രെയിൻ, വാട്ട് ഈസ് ബ്രെയിൻ മേഡ് ഓഫ്, ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ. അപ്പം ഇതെല്ലാം താങ്കൾ ഓരോരുത്തരും ആഡ് ചെയ്ത് വെച്ചോളുക. എവിടെ ആഡ് ചെയ്യും? താങ്കളുടെ അല്ല അത് സാറ് നല്ല വാക്ക് പറഞ്ഞു. ബ്രെയിനിൽ ആഡ് ചെയ്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? കൂടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് സൈക്കോളജിക്കൽ വർക്ക് ചെയ്യുമ്പോൾ എവിടെ ടച്ച് ചെയ്യണം, എവിടെ ടച്ച് ചെയ്യേണ്ട, നമ്മൾ എന്ത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നെന്ന് വി ആൾ ആർ സപ്പോസ് ടു നോ ദാറ്റ്. പ്രത്യേകിച്ച് ഒരാൾക്ക് ഇൻസൈറ്റ് കൊണ്ടുവരണമെങ്കിൽ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, എന്താണ് ചെയ്യുന്നത്, സൈക്കോളജി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്. സൈക്കോളജി വർക്ക് ചെയ്യാത്ത ആൾക്കാർക്ക് ഈ ബ്രെയിനിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കേണ്ട. ബ്രെയിൻ വർക്ക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്രോ ലെവലിൽ നോക്കിയാൽ മതി. ഇത് കുറച്ചുകൂടെ ഞാൻ മൈക്രോ ലെവലിലോട്ട് പോയത്. റീസൺ മൈറ്റ് ബി ഐ ആം നോട്ട് ഓൺലി കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, ഐ ആം ആക്ച്വലി എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. അപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ സയൻസിനെ കുറച്ച് ഡീപ്പറായിട്ട് നോക്കാറുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ മൈൻഡ്ഫുൾനെസ് ആക്ച്വലി ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് നോക്കണമെങ്കിൽ അതിൻ്റെ സയൻറ്റിഫിക് റിയാക്ഷൻസ് എന്ത് സംഭവിക്കുന്നു മനസ്സിലാക്കണമെങ്കിൽ ഈ ബ്രെയിൻ ന്യൂറൽ നെറ്റ്വർക്ക്, ന്യൂറൽ പാത്വേ, ന്യൂറൽ ഫയറിങ് എങ്ങനെ സംഭവിക്കുന്നു, നമ്മൾ ഒറ്റയടിക്ക് ന്യൂറൽ ഫയറിങ് സംഭവിക്കുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂറൽ പാത്വേസ് പുതിയതായിട്ട് എങ്ങനെ സംഭവിക്കും. ഇന്നലെ വരെ പോയിക്കൊണ്ടിരുന്ന റോഡിൽ കൂടെ അല്ലേ പോകാവൂ, കറങ്ങിയാണെങ്കിലും ഒക്കെ. അല്ല, ചില സമയങ്ങളിൽ ഷോർട്ടസ്റ്റ് റോഡ് ആൾറെഡി നമ്മുടെ മൈൻഡിൽ ഇരിക്കവേ നമ്മൾ ചിലപ്പം പുതിയ ഒരു വർക്ക് ചെയ്യുമ്പോൾ, പുതിയ ഒരു മെത്തഡോളജിയിൽ ചെയ്യുമ്പോൾ വേറൊരു റൂട്ടിൽ കൂടെ വേറൊരു പാത്വേ വരുന്നു. അത് എങ്ങനെ വരുന്നതെന്നൊക്കെ കുറച്ച് ആലോചിച്ചപ്പോൾ ദിസ് ന്യൂറോണെ കുറിച്ചും ന്യൂറൽ പാത്വേയെ കുറിച്ചും കുറച്ചൊക്കെ എനിക്ക് വായിക്കാനൊരു അവസരം കിട്ടി. I will really appreciate and thank Sabu sir for giving me an opportunity to talk with you all and discuss. ഇത് ജസ്റ്റ് എല്ലാവർക്കും എന്നെക്കാട്ടിലും കൂടുതൽ അറിയാം. I am trying to just remind you all, reinstate your knowledge further again and again.
ഇത്രയേ ഉള്ളൂ. ഇതിലേതൊക്കെ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു 5 മിനിറ്റ് സംസാരിക്കാം. ദെൻ വി വിൽ ഗോ ഫോർ എ മെഡിറ്റേഷൻ, ദെൻ വി ക്യാൻ വൈൻഡ് അപ്പ്. അങ്ങനെയല്ലേ സാബു സാർ ഉദ്ദേശം? യെസ് സാർ, തീർച്ചയായും അങ്ങനെ തന്നെ. റൈറ്റ് സാർ, താങ്ക് യു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സംശയമായിട്ട് ചോദിക്കൂ. ഇളങ്കോ Sir, സാറ് എപ്പോഴും മൈൻഡ്ഫുൾനെസ്സിനെ സയന്റിഫിക്കലി റിസർച്ചിലാണ് എടുക്കുക. അപ്പൊ ഞാൻ ഒരിക്കൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോ എനിക്ക് അതിന് വായിക്കാൻ പറ്റിയ എന്താണെന്നറിയാം. നമ്മൾ മൈൻഡ്ഫുൾനെസ്സിലൂടെ മെഡിറ്റേഷൻ ചെയ്യുമ്പോ നമ്മളെ ഗ്രാമാറ്റർ വളരെ ലൈറ്റായി പോകും. അപ്പൊ പോസിറ്റിവിറ്റി അങ്ങനെ കുറെ അറിയാൻ പറ്റി. അപ്പൊ അത് വല്ലാത്തൊരു സൂത്തനിങ് ഇഫക്റ്റ് ഉള്ളിൽ തോന്നി. നമുക്ക് ആന്റണി സാറിന്റെ മെഡിറ്റേഷനൊക്കെ ഇരിക്കുമ്പോ സാർ എപ്പോഴും ഇങ്ങനെ എടുക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ വെച്ച് നോക്കിയത്. താങ്ക് യു സാർ. അത് കറക്റ്റ് അല്ലേ? കറക്റ്റ്, വളരെ 100% കറക്റ്റാണ്. അതുകൊണ്ടാണ് എന്താ പറയുക, ആന്റണി സാർ എപ്പോഴും തിയറിയുടെയോ അല്ലെങ്കിൽ ആ പോർഷൻസിന്റെ ലേറ്റസ്റ്റ് ആൻഡ് ഹയർ ഓർഡറിലാണ് എടുക്കുകയാണ്. ഐ ഓൾവേസ് തിങ്ക് ദാറ്റ് ആണ് ലോവർ ഓർഡർ. ഈ ലോവർ ഓർഡർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഞാൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലെ M.Tech പഠിച്ച ആളുടെ അടുത്ത് വാട്ട് ഈസ് സിമെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിമെൻറ്റാ സാറിന് അറിഞ്ഞൂടെ, അത് ഒരു ബോണ്ടിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു. ഞാൻ പറയും ബോണ്ടിങ് മെറ്റീരിയൽ ഫർദർ പറയുമെന്ന്. അപ്പം ഞാൻ അവരുടെ അടുത്ത് തിരിച്ചു പറയുന്ന വാക്ക് ഇതാണ്, യെസ് ഇറ്റ് ഈസ് എ ബോണ്ടിങ് മെറ്റീരിയൽ. എൻ്റെ അപ്പൂപ്പൻ്റെ കാലത്ത് ഒരു വീട് പണി ചെയ്തിരുന്നു. ചുണ്ണ മീൻസ് വൈറ്റ് ലൈം കൊണ്ടാണ് മിക്സ് ചെയ്തിട്ടിരുന്നത്. ദാറ്റ് ഈസ് ഓൾസോ ബോണ്ടിങ് മെറ്റീരിയൽ. നീ വാട്ട് ഈസ് സിമെന്റ് എന്ന് ചോദിക്കുമ്പോൾ ബോണ്ടിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ വെള്ള കളർ സാധനമാണ് ഓർമ്മ വരുന്നത്, എൻ്റെ അപ്പൂപ്പൻ്റെ അച്ഛൻ ചെയ്തിരുന്നത്. ടെൽ മീന്ന് അല്ലേ സാർ, ദാറ്റ് ഈസ് ഓഫ് ലിറ്റിൽ ഗ്രേ കളർ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓഫ് വെരി സോഫ്റ്റർ. റൈറ്റ്, എൻ്റെ അപ്പൂപ്പൻ ചെയ്തിരുന്നത് മണ്ണ് കൊണ്ട്, ചുമന്ന മണ്ണ് കൊണ്ടാണ് വീട് പണി ചെയ്തിരുന്നത്. അതും ഒരു ബോണ്ടിങ് മെറ്റീരിയലാണ്. ദെൻ യു ടെൽ മീ നൗ എന്ന്. അപ്പം ഇതൊന്നും വലിയതായിട്ട് ഇതെന്താ പറഞ്ഞാൽ ബേസിക് നോളജ് കുറച്ചും ഹയർ ഓർഡർ നോളജ് കൂട്ടിയും വരുമ്പോൾ നമ്മൾ മുകളിലോട്ട് പോവും. ബട്ട് പല കാര്യങ്ങൾ മറന്നു പോവും. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉദ്ദേശിച്ച പ്രോപ്പർട്ടീസ് കിട്ടിയില്ലെങ്കിൽ, ഇപ്പം സിമെൻറ്റിനെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ സിമെൻറ്റ് ഞാൻ 2 മണിക്കൂർ കൊണ്ട് ഇങ്ങനെ ഉണങ്ങണം എന്ന് വിചാരിച്ചപ്പം 4 മണിക്കൂർ കൊണ്ട് ഉണങ്ങിയില്ലെങ്കിൽ എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ബേസിക്സ് മനസ്സിലാവും. അപ്പം നമ്മുടെ സോഷ്യൽ ആക്ടിവിറ്റീസ്, നമ്മുടെ സൈക്കോളജി ആക്ടിവിറ്റീസിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആക്ഷനിൽ കൂടെ നമുക്ക് റൈറ്റ് റെസ്പോൺസ് അതർ എൻഡിലിരുന്ന്, അല്ലെങ്കിൽ പേഷ്യൻ്റെ അടുത്തോ അതല്ല ഓപ്പണന്റ് ഹൂ ഈസ് ട്രൈങ് ടു ഗെറ്റ് സപ്പോർട്ട് ഫ്രം യു എന്ന് പറയുന്ന ആളുടെ അടുത്തിരുന്നാണ് കറക്റ്റ് റെസ്പോൺസ് വന്നില്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് നോക്കുവാണെങ്കിൽ you may able to find out these area may be supporting you. അങ്ങനെ ആകുമ്പോൾ ഒരാൾക്ക് തലച്ചോറിൽ അടി കൊണ്ട ആളെടുത്ത് യു ക്യാൻ ജസ്റ്റ് തിങ്ക് ദാറ്റ് ഈ 12 നമ്മൾ പറഞ്ഞ എവിടെ സാധനം ഈ ക്രേനിയൽ നെർവ്സിന് എവിടെങ്കിലും ചെറിയ ഡാമേജ് എന്തെങ്കിലും അയാൾക്ക് പിന്നെയും ഈ പർട്ടിക്കുലർ ആക്ഷൻസ് ശരിയാവുന്നില്ല, എത്ര ചെയ്തിട്ടും ശരിയാവുന്നില്ലെങ്കിൽ പണ്ട് എന്തെങ്കിലും താഴെ വീഴുന്നിട്ടുണ്ടോ, പണ്ട് സൈക്കിളിലിരുന്ന് വീഴുന്നിട്ടുണ്ടോ, ബൈക്കിലിരുന്ന് വീഴുന്നിട്ടുണ്ടോ എന്ന് എവിടെയെങ്കിലും ചോദിച്ചാൽ അവൻ പറയും ഒരു 7 വർഷത്തിന് മുമ്പ് ഞാൻ ഇങ്ങനെ വീഴുന്നു, ഒരു 10 ദിവസം ആശുപത്രിയായിരുന്നു. ദെൻ യു മേ ഏബിൾ ടു റീച്ച് ടു ദാറ്റ് സ്പോട്ട്. ഡോക്ടറെ അടുത്ത് ചെന്ന് അത് കറക്റ്റ് ചെയ്യാൻ പറയുക. ആയി കഴിഞ്ഞാൽ പിന്നെ വരാൻ പറയുക, സ്മൂത്തറായിരിക്കും. അതാണ് ഈ ഇതിൻ്റെയൊക്കെ ഗുണം നമ്മൾ വായിക്കുന്ന. ഇതാണ് എൻ്റെ ഒരു ആംഗിൾ ഓഫ് തിങ്കിങ്. ബാക്കി റോയ് സാറും ബാക്കി ഉലണ്ണൻ സാറും നമ്മുടെ മുമ്പിൽ പുലികളും പുലികളും ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒരു സിമ്പിൾ ടോക്ക് ഓഫ് മീ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബാക്ക് ടു സാബു സർ. ദൻ ഒരു ഡൗട്ട് ചോദിച്ചത് സർ. ഷീല മാം പറയണം മാം. ഗുഡ് ഈവനിങ് Good സാറേ. evening. ഫങ്ഷൻ പറഞ്ഞല്ലോ സാറേ, എന്താ മാം? പറഞ്ഞതിനകത്ത് ഫങ്ഷൻസ് ഓഫ് ബ്രെയിൻ്റെ ഒന്ന് നോക്കിയിട്ട് സാർ, അതിൽ ആ ബിഹേവിയർ എന്ന് പറയുന്നത് ആണോ സാറേ ഇമോഷൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഫ്രണ്ടൽ ലോബ് ഉണ്ടല്ലോ, അതെ, പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ്, ഫ്രണ്ടൽ ലോബ്. അതാണ് ഈ ബിഹേവിയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇമോഷൻ ആയിരിക്കും അല്ലേ സാറേ? അല്ല, അതിന്റെ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ മാം. The largest lobe of the brain located in the front of the head, frontal lobe is involved in personality characteristics. Behavior പറഞ്ഞിട്ടില്ല.
ഇല്ല. ശരി ശരി സാറേ, ഓക്കെ. അല്ല, ബിഹേവിയർ എന്ന് അവർ പറയുന്നത്. ബിഹേവിയർ ഇതല്ലേ മാം, ഫ്രണ്ടൽ ലോബ്. റോസ് കളർ. റോസ് കളറിന്റെ റൈറ്റിംഗ് ലാർജസ്റ്റ് ലോബ് ഓഫ് ദ ബ്രെയിൻ. ഓക്കെ, then located in the front of the head. ലോബ് ഇൻവോൾവ് ഇൻ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് എന്നേ പറയുന്നുള്ളൂ. ഇതറിയാലേ, ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മുടെ ആക്ടിവിറ്റീസ് പിന്നെയും 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 ചെയ്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് മാറി ആ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ബിഹേവിയർ ആയിട്ട് മാറുന്നത്. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ സീക്വൻസ് ഓഫ് ആക്ഷൻസ് എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് ഉണർന്നുകൊണ്ട് വന്നാൽ കുറെ കാലം കഴിയുമ്പോൾ താങ്കളുടെ ബിഹേവിയർ ആയിട്ട് മാറും. അപ്പം അത് അങ്ങോട്ട് പോകുന്നില്ല ബ്രെയിൻ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനാണ് പറയുന്നത്. പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് മൂവ്മെന്റ്. Recognition of smell usually involves in the parts of frontal lobe. Frontal lobe contains brachia area. അത്രയേ ഉള്ളൂ അതിനെ പറയുന്നത്. ഒരു സ്ഥലത്തും ബിഹേവിയറെ കുറിച്ച് ബ്രെയിനിൽ പറയത്തില്ല മാം. നമ്മുടെ ബിഹേവിയർ എപ്പോൾ വേണമെങ്കിലും ആൾട്ടർ ചെയ്യാം. ഞാൻ പറയുന്നത് ഇത് ബേസിക്സ് ആണ്. സ്ട്രക്ചറും അതിന്റെ ഫങ്ഷൻസുമാണ്. താങ്ക് യു മാം, താങ്ക് യു. അപ്പൊ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം എൻ്റെ ഷെയറിങ്ങിനെ. ഓക്കെ, ഇനി സാബു സാർ. നമുക്ക് മെഡിറ്റേഷൻ കഴിഞ്ഞ് ആണോ ഫീഡ്ബാക്ക് കഴിഞ്ഞാണോ മെഡിറ്റേഷൻ? സാബു സാർ ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ചെറിയ ഇതുണ്ട്. അപ്പം റെസ്റ്റ് ഓൾ, അതിന് പകരം റോയ് സാറോ അല്ലെങ്കിൽ ഉലോണൻ സാറോ മോഹൻദാസ് സാറോ സപ്പോർട്ട് ചെയ്യുക. സാബു സാർ ഇന്ത്യക്ക് പുറത്താ? അതെ സാർ, അബുദാബി വണ്ടി ഓടിച്ച് കളിക്കണത്. അതെ അതെ അതെ, അവിടെയാണ് കളിച്ചിരിക്കുന്നത്. അവിടുത്തെ ലൈസൻസ് ഉണ്ട് സാബു സാറിന്റെ അടുത്ത് കൂലി കാണും, അല്ലെങ്കിൽ സാറ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇരിക്കുന്നതാണോ എന്ന് അറിഞ്ഞൂടാ. പുറത്തിറങ്ങാൻ പറ്റില്ല, സാറിന്റെ അടുത്ത് ഉണ്ടാവും. സാർ നമുക്ക് മെഡിറ്റേഷനിൽ പോവാം, അത് കഴിഞ്ഞിട്ട് പിന്നെ റൈറ്റ് സാർ, റൈറ്റ്. ദെൻ വി ഷാൽ ഗോ ഫോർ മെഡിറ്റേഷൻ. ഓക്കെ സാർ. മെഡിറ്റേഷൻ ചെയ്യുന്നതിന് നമുക്ക് സിമ്പിൾ ബോഡി സ്കാൻ മെഡിറ്റേഷൻ ചെയ്യാം. ബോഡി സ്കാൻ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ പ്രിപ്പയർ ചെയ്യുന്നതിന് കാൽപാദങ്ങൾ രണ്ടും തറയിൽ ഫേമായിട്ട് പ്രസ് ചെയ്ത് വെക്കുക. കാൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്ന രീതിയിൽ കസേരയിലിരിക്കുക. പിന്നെ ബാക്കിൽ ചാരിയിരിക്കാതെ നിവർന്നിരിക്കുമ്പോൾ നട്ടല് അല്ലെങ്കിൽ വെറ്റിബ്ര സ്ട്രെയിറ്റ് ആയിരിക്കുക. കഴുത്തിൻ്റെ ഏരിയ സ്ട്രെയിറ്റ് ആയിരിക്കട്ടെ. തല താങ്കളുടെ ഓരോരുത്തരെയും ഏത് ലൊക്കേഷനിലാണോ ഹൊറിസോണ്ടലി ഐ കണ്ണ് മീറ്റ് ചെയ്യുന്ന ആ ലൊക്കേഷനിൽ ഒന്ന് ലോക്ക് ചെയ്ത് അതേപോലെ ഇരിക്കുക. കൈ രണ്ടും തുറന്ന ഇതിൽ, മീൻസ് ഓപ്പൺഡ് രീതിയിൽ എയ്തർ ചെയറിൻ്റെ ആം റെസ്റ്റിലോ അല്ലെങ്കിൽ തുടയുടെ മുകളിലോ വെച്ച് സ്ട്രെയിറ്റ് ഇരുന്ന് ഒന്ന് സമാധാനമായിരുന്ന് ആലോചിക്കുക. ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ പോവുക എന്ന് മനസ്സിനകത്ത് പറയുക. ദെൻ ആസ്ക് പെർമിഷൻ ഫ്രം യുവർ മൈൻഡ് ആൻഡ് ബ്രെയിൻ ദാറ്റ് യു ആർ. ലെഗിന്റെ താഴെ മാറ്റ് വേണോ? ലെഗിന്റെ താഴെ മാറ്റ് വേണോ? മാറ്റ് ഇപ്പോൾ ഇരുന്നാൽ ഇരിക്കട്ടെ, കുഴപ്പമില്ല. ബട്ട് നോർമലി ഗ്രൗണ്ടിങ് എക്സസൈസ് ചെയ്യുമ്പോൾ മാറ്റ് ഇല്ലാതെ ചെയ്യുന്നതാണ്. മാറ്റ് ഇല്ലാതെ ചെയ്താൽ കുറച്ചുകൂടെ നല്ലതാണ്. എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്ട്രാ പൾസസ് ഉണ്ടെങ്കിൽ ഗ്രൗണ്ടിങ് ചെയ്യാൻ കുറച്ചുകൂടെ ഈസിയർ ആയിരിക്കും. അതുകൊണ്ടാണ് കാൽപാദങ്ങൾ രണ്ടും ഫേമായി ഇരിക്കട്ടെ എന്ന് പറയുന്നതിന് 2 റീസൺ ഉണ്ട്. ഒന്ന്, നമ്മൾ ഒരു ഫ്ലെക്സിബിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാതെ സ്റ്റഡി ആയിരിക്കാനും കൂടെ. 2, എന്ന് പറഞ്ഞാൽ നിമിർന്ന് കണ്ണൊക്കെ അടച്ചിരിക്കുമ്പോൾ കണ്ണ് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ കുറേ എവിടെയെങ്കിലും സപ്പോർട്ട് എക്സ്ട്രാ വേണം. അതുകൊണ്ടാണ് നമ്മൾ നടക്കുമ്പോൾ കണ്ണടച്ച് നടക്കാനോ അല്ലെങ്കിൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് കണ്ണ് അടച്ച് ഇങ്ങനെ മറ്റേ എന്താ ട്രയാങ്കിൾ ആസന
ചെയ്യുമ്പോഴൊക്കെ ഒന്ന് നോക്കുക. നിമിർന്ന് കൈ 2 കൂപ്പി മുകളിലോട്ട് നിൽക്കുമ്പോൾ ഒരു കാലം മടക്കി തുടയിൽ വെച്ചിട്ട് സ്റ്റഡി ആയിട്ട് തുറന്ന കണ്ണുമായിട്ട് നിൽക്കാൻ പറ്റും. പക്ഷെ കണ്ണ് അടയ്ക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങളുടെ ബോഡി ആടും. റീസൺ ഈസ് കണ്ണടയ്ക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റെബിലിറ്റി കുറച്ച് കുറയും. അതുകൊണ്ടാണ് ഫേം ആക്കാൻ പറയുന്നത്, വേറെ ഒന്നുമല്ല. ഇറ്റ്സ് ബേസിക്കലി സയൻസ്, നത്തിങ് എൽസ്. ഓക്കെ, അത് ഇരുന്നിട്ട് യു ആസ്ക് പെർമിഷൻ ഫ്രം യുവർ ബ്രെയിൻ ആൻഡ് മൈൻഡ് ദാറ്റ് ഐ മേ ഗോ ഫോർ മെഡിറ്റേഷൻ, കൈൻഡ്ലി സപ്പോർട്ട്. അപ്പം ബ്രെയിനും മൈൻഡും യെസ് പറയുന്ന സമയത്ത് കണ്ണടയ്ക്കുക. ടിൽ സച്ച് ടൈം ഡോണ്ട് ക്ലോസ് ദ ഐസ്. അപ്പം ചിലർക്ക് 5 സെക്കൻഡ് കൊണ്ട്, ചിലർക്ക് 15 സെക്കൻഡ് കൊണ്ട്, ചിലർക്ക് 30 സെക്കൻഡ് കൊണ്ട്, ചിലർക്ക് 1 മിനിറ്റ്, എത്ര വേണമെങ്കിലും എടുക്കാം. ആ സമയം ശേഷമേ കണ്ണടയ്ക്കാവൂ. With the permission of brain, if you do it, you can do it fastly, or you can do it easily, or else you may struggle to do little bit. അത്രയേ ഉള്ളൂ. ഇപ്പം എല്ലാവരെയും കണ്ണ് പെർമിഷൻ തന്നെന്ന് ഞാൻ വിചാരിക്കട്ടെ. ഓക്കെ, അപ്പം റൈറ്റ്, now close your eyes, have normal breath, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Now bring your mind, your attention to your breathing again. You are going for a deep breath exercise, and inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Now bring your attention back to your breathing. Go for normal breathing. Keep your face with a smiling face. Continue to smile and start to observe your breath. When you observe your breath, please observe breath alone, not to divert your mind or your thought process, or not to check anything else. Kindly keep your attention only in breath, inhaling and exhaling. How your chest depletes and nails widen up. Similarly, how your abdomen enhances and reduces. Okay. Now bring your attention back to your breath. Now start monitor your thoughts. Bring your attention to the breath. Thoughts. Watch what type of thoughts are coming, what type of thoughts are moving. Let the thought come, let the thought go. Don't run behind of the thought. Thoughts are purely thoughts. It is not going to disturb unless you think something else.
Now bring your attention back to breath. Inhale, exhale, inhale, exhale, inhale, exhale. Now bring your attention to the emotions which are coming in and trying to disturb you or trying to come into your body. Never get disturbed by the emotions. Emotions will not disturb you unless you try to disturb yourself. Try to see what type of emotions are coming, how many emotions are coming. In case if it is possible, try to give different colors to different emotions and see that how big it is, how voluminous, and what is the shape of the emotions. Just with a fun and a curiosity, start, attend and watch the emotions. Now bring your attention back to breath again. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Now bring your attention to the environment. You may be hearing different sounds, different chippings, or different whatever it might be. Start observe from the farthest area, from the long distance to closer distance. Might be on the road, or after 3 houses you may get some sound, something. Which type of sounds you get it, kindly start notice it, casually observe it, and carry on, come closer and closer, then to your house, then your drawing room, next room, and your room. There AC may be running, fan may be moving, and some other sounds of television may be coming, or somebody else may be talking. But all the sounds you are trying to observe, kindly start observe it. Now bring your attention back to your breath. Inhale, exhale, inhale, exhale, inhale, exhale. Now bring your attention to your deep breathing. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Bring your attention back to your normal breath. Inhale, exhale, inhale, exhale, inhale, exhale. In case if you are ready, tell your brain and mind that you have accomplished your meditative practice. You may be given permission to open the eyes. Before opening the eyes, in case if brain has given permission, just take out both the hands, rub together. And when you get the warmness, keep over the eye lobe, ear lobes, and on the neck. Thank you. I hope that we have done a nice work. എല്ലാവരും really enjoy ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. How was it? Sir, Sabu sir, thanks a lot. Back to you, sir. താങ്ക് യു സർ വളരെ മനോഹരമായി. തീർച്ചയായിട്ടും ബ്രെയിനും അതിന്റെ ഫങ്ഷനും അത്
മൈൻഡ്ഫുൾനെസ്സിലേക്ക് എത്തിക്കുന്ന തലങ്ങളെക്കുറിച്ചൊക്കെ സാർ വളരെ വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്തു. വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച്. അപ്പോൾ എന്തുകൊണ്ട് നമ്മളിത് ചെയ്യണം? നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ബയോളജിക്കൽ മാത്രമല്ല, ഒരു ന്യൂറോളജിക്കലും ഫിസിയോളജിക്കലും ഒക്കെ ആയിട്ട് എന്തുകൊണ്ട് ഇങ്ങനൊരു സ്ട്രക്ചർ നമ്മൾ വളരെ കൃത്യമായിട്ട് തിരിച്ചറിയണമെന്ന് സാർ അത് വളരെ വ്യക്തമാക്കി പറഞ്ഞു. സോ വൺസ് അഗൈൻ താങ്ക് യു സാർ, താങ്ക് യു. നമുക്ക് ഡിസ്കഷൻ നോക്കാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. വലവനൻ സാർ പ്ലീസ് സ്റ്റാർട്ട് ചെയ്തോളൂ. സാർ ദുബായിൽ എവിടെ എവിടെ വണ്ടിയൊക്കെ ഓടിക്കുന്ന ഇന്റർനാഷണൽ ലൈസൻസ് ആണ് കയ്യില് അല്ലേ? ഞാൻ അബുദാബിയിലാണ്. ഓ, ബ്ലൂ മസ്ജിദിന്റെ അവിടെ എത്തിയ ഇല്ല അല്ലേ? കോർണിഷ് കോർണിഷ് അടിപൊളി. സാർ പറയും, കേക്കാവോ? സാർ പറയുന്ന കേൾക്കുന്നില്ലേ? ഇല്ല. സാറിന്റെ സൗണ്ട് കേട്ടൂടാ വലവനൻ സാർ. സാർ ഒന്നും കൂടെ. ഓക്കെ, മോഹൻദാസ് സാർ പറയുന്നു. വലവനൻ സാർ ഒന്നും കൂടെ ഒന്ന്. സാർ ഗുഡ് ഈവനിങ്. ഇതിൽ തന്നെയല്ലേ നമ്മുടെ ക്ലാസ്? അതെ സാർ, അതെ അതെ, 8:30. ഓക്കെ. ഷീല മാഡം വന്ന് റെഡി ആയിട്ടിരിക്കുകയാണല്ലോ പഠിക്കാനൊക്കെ. വളരെ ക്ലാസ് ചൊവ്വനേരം പഠിച്ചാ 1-ാം ക്ലാസ്സിൽ കൊണ്ട് ചേർക്കാം. അല്ല, പഠിച്ച സമയത്ത് നല്ലപോലെ പഠിച്ചില്ലെന്നുള്ളത് ഇന്നലെയാണ് അത് ബോധ്യപ്പെട്ടത്. സാറേ ഒരു സെക്കൻഡ്, നമ്മുടെ ക്ലാസ് കംപ്ലീറ്റ് ആയി. അപ്പൊ നമ്മുടെ ഉലഹന്നൻ സാറിന്റെ അൻസാരി സാറിന്റെ ഒരു ക്ലാസ് നമുക്ക് SLT പാർട്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കിതൊന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ സാറ് വളരെ നല്ല ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് പഠിക്കണ പോലെ ഇരിക്കേണ്ടി വന്ന്. ബ്രെയിൻ കണ്ടന്റും അതിന്റെ എന്താണ് ബ്രെയിൻ കണ്ടന്റ്, അപ്പൊ കുറെ ന്യൂറോൺസും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും സപ്പോർട്ടീവ് സെല്ലും പ്രൊട്ടക്റ്റീവ് ഫ്ലൂയിഡും ഒക്കെ ചേർന്നതാണ്. പിന്നെ സാറ് പറഞ്ഞത് എന്താണ് ബ്രെയിന് അല്ലെ? അപ്പൊ ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും ഒക്കെ ചേർന്നതാണ്. പിന്നെ അതിന്റെ ഭാഗങ്ങള് സെറിബെല്ലം, സെറിബ്രം, ബ്രെയിൻ സ്റ്റെം ഒക്കെ പറഞ്ഞു. പിന്നെ അമിഗ്ദല, ഹൈജാക്ക് വരാതിരിക്കാനുള്ളത്, മെഡുല്ല ഒബ്ലങ്കേറ്റ, സ്കൂളിൽ പഠിച്ച പാഠങ്ങളൊക്കെ നന്നായി ഓർത്തു. ഒരു ഓവർവ്യൂ ഓഫ് ദ ബ്രെയിൻ പാർട്സ് കറക്റ്റ് ആയിട്ട് കിട്ടി. അതിൽ ഗഹനായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ക്ലാസ് ആയിരുന്നു. മാത്രല്ല ഫ്രണ്ടൽ ലോബ്, അതുപോലെ പറൈറ്റൽ ലോബ് അല്ലേ സാറേ, ടെമ്പോറൽ ലോബ്, ഓക്സിപിറ്റൽ ലോബ്, സ്ട്രക്ചേഴ്സ്, ഹിപ്പോകാമ്പസ്, അങ്ങനെ ഹൈപ്പോതലാമസ്, ഒരുപാട് തലങ്ങളിൽ കൂടെ കടന്നുപോയി. അപ്പൊ അതിന്റെ ബ്രെയിൻ വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററിന്റെ സപ്പോർട്ടീവും അതുള്ളത് കൊണ്ട് ഉള്ള ഗുണവും അതിന്റെ ഒരു ഫങ്ഷൻസും ബോഡിനെ കൺട്രോൾ ചെയ്യുന്നതും നല്ല കാര്യം. ബിഹേവിയർ പാറ്റേൺ വരെ സാറ് പഠിപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. ശ്രദ്ധ പോയാ പണി കിട്ടും. അതുപോലെ നല്ലൊരു ക്ലാസ് ആയിരുന്നു, കുറേ ശാസ്ത്രീയ ക്ലാസ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഇളങ്കോ സാറേ, ഞാനേ അൻസാരി സാറിന്റെ ഒരു ക്ലാസ് കൂടെ ഉണ്ട്. തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണേ. എന്നിട്ട് എല്ലാ ക്ലാസ്സിലുള്ളവരും ഒന്നും കൂടെ റീജോയിൻ ചെയ്തു കേട്ടോ. ഓക്കെ, സീ യു. താങ്ക് യു സാർ, താങ്ക് യു വൺസ് അഗൈൻ. ഓക്കെ സാർ, താങ്ക് യു.